അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ രമ്യ ദേവിയാണ്. ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ രമ്യ ദേവിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. ഞാന് പന്തളത്ത് മാന്തുകാന എന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. വീട്ടില് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ BSc നഴ്സിംഗ് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ബാംഗ്ലൂരില്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിനും അരോമ TV ചാനലിനും പാസ്റ്ററുകളിലും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എന്റെ പേര് രമ്യ ദേവി. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ദൈവത്തെ അറിയുവാൻ ഇടയായത്. അമ്മയാണ് ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നത്. യേശുവിനെ പറ്റി അറിഞ്ഞതൊക്കെ എൻ്റെ അമ്മയാണ്. അമ്മ ബോംബെയിലായിരുന്നു. അപ്പയും അമ്മയും ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ബോംബെയിലായിരുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് അപ്പ അമ്മയെ ഒരു തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. വീട്ടില് വെറുതെ ഇരിക്കുന്ന അപ്പ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ ആ ഒരു ടൈമില് വെറുതെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് അമ്മയെ തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അപ്പം പോയടുത്തെ ആന്റി, തയ്യൽ പഠിപ്പിക്കുന്ന ആന്റി വിശ്വാസിയായിരുന്നു. ആന്റിയുടെ പേര് ശോശമ്മ ആന്റി. ആന്റി അരോമ ചാനലിൽ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആന്റി രാവിലെ എന്നും ടേപ്പ് റെക്കോർഡിൽ ക്രിസ്ത്യൻ സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുമായിരുന്നു. അപ്പൊ അമ്മ ഇത് ഡെയിലി കേൾക്കുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പാട്ട് മൂളിപ്പാട്ട് പോലെ പാടുമല്ലോ. അങ്ങനെ അമ്മയും പാടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ആന്റി അമ്മയോട് വന്നിട്ട് ചോദിച്ചു, ഗിരിജയ്ക്ക് യേശുവിനെ ഇഷ്ടമാണോ, ക്രിസ്ത്യൻ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അന്നേരം അമ്മ പറഞ്ഞു ഇഷ്ടവാ, യേശുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആന്റി അമ്മയോട് സുവിശേഷം പറയാൻ തുടങ്ങി, യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി, വചനങ്ങളൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പിന്നീട് ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എന്റെ അപ്പായിക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ആന്റി വീട്ടിൽ വരുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ യേശുവിനെ പറ്റി പറയുന്നതും സുവിശേഷം പറയുന്നതൊന്നും അപ്പായിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഒത്തിരി ആന്റീനെ വഴക്ക് പറയുകയും എതിർത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആന്റി അതൊന്നും കാര്യമാക്കാണ്ട് ഒരു സഹോദരനെ പോലെ കണ്ട് പിന്നെയും ഞങ്ങളോട് വന്ന് സുവിശേഷം പറയായിരുന്നു. അപ്പോ അമ്മയ്ക്ക് 7 വർഷം ആയിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതിന്റെ പൂജയും നേർച്ചയും ഒക്കെ അമ്മ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം രാവിലെ അമ്മ മുറിയില് ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആന്റി കേറി വന്ന സമയത്ത് അമ്മ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നത്. അപ്പൊ ആന്റി അമ്മയോട് ചോദിച്ചു, പൂജയൊക്കെ കഴിഞ്ഞ് അമ്മ വന്നപ്പോഴത്തേക്കും ആന്റി അമ്മയോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നത്, നോയമ്പൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ല, അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാ നോയമ്പൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച വ്രതം ഒക്കെ എടുക്കുമായിരുന്നു. അപ്പം ആന്റി അമ്മയോട് പറഞ്ഞു, ഈ ഫോട്ടോയിലോ കല്ലിലോ മണ്ണിലോ ഒന്നും ദൈവം വസിക്കുന്നില്ല, ദൈവം നമ്മുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. ദൈവം നമുക്ക് പകൽ വാഴാൻ സൂര്യനെ, രാത്രി വാഴാൻ ചന്ദ്രനെ സൃഷ്ടിച്ചു. ഇത്രയും വലിയ പ്രകാശം തന്ന ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഒരു ചെറിയൊരു മെഴുകുതിരിയോ ഒരു വിളക്കോ കത്തിച്ചു വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. നമ്മുടെ ഹൃദയമാണ് പ്രകാശിക്കേണ്ടത്. ദൈവം യേശുവിനെ പ്രാർത്ഥിക്കണം, അപ്പൊ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്നൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. അന്നേരം പെട്ടെന്ന് ആ ഒരു പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയത്ത് അമ്മയോട് ഇത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് അത് കേട്ടപ്പോ ഒരു വിഷമം പോലെ തോന്നി. പക്ഷെ അമ്മ എതിർത്തൊന്നും പറഞ്ഞില്ല. പിന്നെ ആന്റി പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ദൈവമായിരിക്കും അമ്മയുടെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് അമ്മ അതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആന്റി പറഞ്ഞ കാര്യങ്ങള് പിന്നീട് അമ്മ ഇങ്ങനെ ചിന്തിച്ചു. അന്നേരം അമ്മ നോക്കിയപ്പോഴത്തേക്കിന് ശരിയാണ്, അവിടെ ഇരിക്കുന്ന കല്ലും മണ്ണ് നമ്മള് സംസാരിക്കുമ്പോൾ തിരിച്ച് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അമ്മ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കിന് ഇങ്ങനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അമ്മ ചെറുതായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ തുടങ്ങി. ആന്റിയുടെ കൂടെ അപ്പ അറിയാതെ ചർച്ചിൽ പോവായിരുന്നു. അങ്ങനെ ചർച്ചിലൊക്കെ പോയി അങ്ങനെ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ജനിക്കുന്നത്. സങ്കീർത്തനം 139 13 14 വാക്യം, നീയല്ലോ എന്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കര അതിശയമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, അപ്രകാരം തന്നെയായിരുന്നു ദൈവം എന്നെ സൃഷ്ടിച്ചത്. അപ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം യേശുവിനെ പ്രാർത്ഥിച്ച് യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ് ചർച്ചിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പം അമ്മയ്ക്ക് യേശുവിനോടുള്ള സ്നേഹം കൂടി. പക്ഷെ യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരമോ ഒരു രക്ഷയുടെ അനുഭവം ഒന്നും ജീവിതത്തിൽ വന്നിട്ടില്ലായിരുന്നു. യേശുവിനെ ഇഷ്ടമാണ്, ജസ്റ്റ് പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അപ്പായും നല്ല തടസ്സമായിരുന്നു പ്രാർത്ഥിക്കുന്നതിനൊക്കെ.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബോംബെയിൽ വെച്ചിട്ട് എനിക്ക് 3 വയസ്സുള്ളപ്പോ ഞാൻ ഈ വീടിന് ഫ്രണ്ടിൽ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉടുപ്പെ തട്ടി താഴെ വീണു. താഴെ വീണിട്ട് എന്റെ ചെറി മുറിഞ്ഞിട്ട് അവിടുന്ന് ഒരു ബ്ലീഡിങ് വന്നു. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതൊക്കെ സ്റ്റിച്ച് ചെയ്തു, ബ്ലീഡിങ് എല്ലാം മാറി, കുഴപ്പമൊന്നും ഇല്ലാണ്ട് വീട്ടിൽ വന്നു. പക്ഷെ അതൊരു 1 വീക്ക് കഴിയുമ്പോഴത്തേക്കിന് ഈ ബ്ലീഡിങ് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഹോസ്പിറ്റലിൽ പോവും, അവർ സ്റ്റിച്ച് ചെയ്യും, എല്ലാം ഓക്കെ ആക്കി വീട്ടിൽ വിടും. പക്ഷെ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 വീക്സ് ഒക്കെ ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. അപ്പോ പിന്നെ ഡോക്ടേഴ്സിന് ഒരു ഡൗട്ട് തോന്നിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഈ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഡിസോർഡർ ഉണ്ട്. അപ്പൊ അത് ബോയ്സിനാണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു, ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കെ എം ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് വോൺ വില്ലിബ്ര ഡിസീസ് type 3 എന്നൊരു ഡിസീസ് എനിക്ക് ഡയഗ്നോസിസ് ചെയ്തു. അപ്പം കയ്യിൽ ഒരു ചെറിയൊരു മുറിവുണ്ടായാലൊന്നും പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. ശരീരത്തിലെ ഫുൾ ബ്ലഡും ശരീരത്തിൽ നിന്ന് നഷ്ടമാവും. പിന്നെ മൂക്കേന്ന്, ചെവിന്ന്, കണ്ണീന്നൊക്കെ ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തട്ടാതെ മുറിയാതെ ഒക്കെ സൂക്ഷിക്കണമായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഇതറിഞ്ഞപ്പോഴത്തേക്കിന് പേരൻസ് ഒക്കെ നല്ല വിഷമമായി. അവർ അതനുസരിച്ചുള്ള കെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമായിരുന്നു. അന്നേരം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 10 days ലീവിന് നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. തീരുമാനിച്ച സമയത്ത് ഞങ്ങൾ എന്നും ട്രെയിനിന് വരുന്ന അത് മാറി ബസ്സിനായിരുന്നു വന്നത്. അപ്പൊ അമ്മയുടെ ബ്രദർ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ബോംബെയിലെ ട്രെയിൻ വന്നു കഴിഞ്ഞിട്ടും ഞങ്ങളെ കാണാനിട്ട് വീട്ടിൽ വിളിച്ച് തിരക്കിയപ്പോ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞങ്ങളെ കാണാൻ പെട്ടെന്നുള്ള ആഗ്രഹത്തിന് ഒരു ഓട്ടോ വിളിച്ച് അമ്മയുടെ സിസ്റ്ററും കുഞ്ഞും അമ്മയുടെ ബ്രദറുമായിട്ട് ഓട്ടോ വിളിച്ച് വരുന്ന വഴിക്ക് ചെങ്ങന്നൂർ മുളക്കഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നിടിച്ച് അമ്മയുടെ ബ്രദർ അപ്പോഴേ മരിച്ചു. അപ്പോ അമ്മ അത്രയും നാൾ കൂടി ഇരുന്ന് നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്നത് അമ്മയുടെ ബ്രദറിന്റെ ഡെഡ് ബോഡിയാണ്. അത് അമ്മയെ ഒത്തിരി അങ്ങ് ഷോക്കാക്കി. അമ്മയ്ക്ക് പിന്നെ തിരിച്ച് ബോംബെ പോണ്ട, നാട്ടിൽ തന്നെ സെറ്റിൽ ആവാം എന്നൊരു തീരുമാനത്തിൽ അമ്മ വന്നു. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് അമ്മ ബോംബെയിൽ പ്രാർത്ഥിച്ചതും യേശുവിനെ പറ്റി അറിഞ്ഞതും ശോശമാൻറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നീട് ഓർക്കാനിടയായി. അന്നേരം അമ്മ ബോംബെയിൽ ഇരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വാക്യം കിട്ടുമായിരുന്നു: പിശാച് സിംഹം എന്ന പോലെ അലറി ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്നു. ആ ഒരു വാക്യം കിട്ടും. പക്ഷെ അന്ന് അമ്മയ്ക്ക് അതിന്റെ മീനിങ് മനസ്സിലായില്ല. അന്നേരം അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ യേശുവിനെ പ്രാർത്ഥിച്ചിട്ട് അമ്മ യഥാർത്ഥ രീതിയിൽ അറിയാത്തോണ്ടാ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നേ, അമ്മയുടെ ബ്രദർ നഷ്ടമായെന്നൊരു തോന്നൽ അമ്മയ്ക്ക് ഉള്ളിൽ വന്നു. അങ്ങനെ പക്ഷെ നാട്ടിലെ അമ്മയ്ക്ക് എവിടെയാണോ ചർച്ച്, ബെന്തിക്കോസ് രീതിയിലുള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ബെന്തിക്കോസ് ആയിട്ടുള്ള ആരെയും അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ അമ്മയ്ക്ക് അന്വേഷിക്കാനായിട്ടാണെങ്കിലും ചുറ്റുപാടുകൾ അങ്ങനെ ആരെയും അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മ എന്നെയും കൊണ്ട് മരുതുമൂട് പള്ളിയിൽ പോവായിരുന്നു. മരുതുമൂട് പള്ളിയിൽ പോയിട്ട് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ മുട്ടയിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചിട്ട് പറയും, എനിക്ക് യേശുവിനെ ശേഷമായിട്ട് പറഞ്ഞ ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് ബെന്തക്കോസ് രീതിയിലുള്ള ഒരു ചർച്ച് കാണിച്ചു തരണം, എനിക്ക് ആ രീതിയിൽ യേശുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തോട്. അങ്ങനെ ഞങ്ങള് പലവട്ടം മരുതുമൂട് പള്ളിയിൽ അമ്മ എന്നെ കൊണ്ട് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹിന്ദു ആചാരപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യും. അപ്പം അത് അമ്മയുടെ ബ്രദറിനും മാമ മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ടും ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. പലരും മാമനെ രാത്രിയിൽ കാണുന്നു. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വന്നു. അപ്പൊ ഓരോരുത്തർ വന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് അത് എന്റെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. അന്നേരം പൂജാരി പറഞ്ഞു ഇനി ഒരു കർമ്മം കൂടി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഒരു ആന്റി പോയി, ലീലാമ്മ എന്ന ആന്റിയുടെ പേര്. അപ്പൊ ആന്റി ഇങ്ങനെ അമ്മൂമ്മയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തില് അമ്മൂമ്മ ആന്റിയോട് ചോദിച്ചു, എന്റെ മോന്റെ ആത്മാവിന് ഇതുവരെ ശാന്തി ലഭിച്ചിട്ടില്ല, കുറെ കർമ്മങ്ങളൊക്കെ ചെയ്തു, പക്ഷെ പ്രയോജനമൊന്നുമില്ല. നിങ്ങളുടെ ആചാരപ്രകാരം, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് ചോദിച്ചു. ആന്റി ലീലാമാന്റി ബന്ധുക്കോസ്ത് വിശ്വാസിയാണ്. അപ്പം ആന്റിയോട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആന്റി നല്ലതായിട്ട് സുവിശേഷം പറയുന്ന ഒരാളായിരുന്നു. ആന്റി ഇത് കേട്ട ഉടനെ ആന്റിയുടെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിള് കാണും, എവിടെ പോയാലും ബൈബിളാണ്. അപ്പൊ ബൈബിൾ എടുത്തിട്ട് ഞങ്ങളോട് വന്ന് ബൈബിളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി. നമ്മുടെ വിശ്വാസ രീതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങളെല്ലാം ആന്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു.
അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് സന്തോഷം. കാരണം അമ്മ അന്വേഷിച്ചിരുന്ന ഒരു ബന്ധക്കോസ്ത ഒരു വിശ്വാസിയായിരുന്നു. ചർച്ചിൽ പോകണം, പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആന്റി കാണുന്നത്. അപ്പൊ അമ്മ പെട്ടെന്ന് ആന്റിയോട് ചോദിച്ചു, ആന്റി ഇവിടെ അടുത്ത് എവിടെയാ ചർച്ച്, എനിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ആന്റി വിചാരിച്ചു ഏതെങ്കിലും ഒരു സമയത്ത് അമ്മയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. അന്നേരം ആന്റി പറഞ്ഞു വരുന്ന സമയത്ത് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു അല്ല, എനിക്ക് ഈ ആഴ്ചയിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. പിന്നെ ആന്റി ഞങ്ങളെ ആ സൺഡേയില് കൊടച്ചനാട് IPC ചർച്ചില് ഞങ്ങളെ കൊണ്ടുപോയി. അപ്പോ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കിന് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, ഒരു സമാധാനം. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്റെ ഞങ്ങക്ക് അപ്പന്റെ വീട്ടിലുള്ള ഷെയർ എല്ലാം എന്റെ ഫാദർ എല്ലാം വിറ്റ് അതെല്ലാം ഞങ്ങക്ക് നഷ്ടപ്പെട്ടെന്ന്. അപ്പം എല്ലാ സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. അമ്മയുടെ ആങ്ങളെ മരിച്ചു. അപ്പം ആകെ എല്ലാം നഷ്ടമായ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ആ ഒരു വിഷമം എല്ലാം ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പം ഒരു ആശ്വാസം തോന്നിച്ചു. അങ്ങനെ അമ്മ ഭവനത്ത് കടന്നു വന്നിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു, ഒരു ദിവസം വന്ന് നോക്ക്, പ്രാർത്ഥന ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മുമ്മ വന്നു, പിന്നെ അമ്മയുടെ ഒരു സഹോദരി വന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എന്റെ അപ്പ നല്ല എതിരായിരുന്നു. പിന്നെ അപ്പ പറഞ്ഞു പ്രാർത്ഥനയ്ക്ക് പൊക്കോ, പക്ഷെ സ്നാനപ്പെടുവൊന്നും ചെയ്യരുത്, കമ്മലും മാലയൊന്നും ഊരരുത്, അല്ലാണ്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു ഇത്രയും നാളും ഞാൻ ഹിന്ദു പ്രകാരം ജീവിച്ചിട്ട് എനിക്കൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇനി യേശുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോയപ്പോ സമാധാനം ഉണ്ട്, എല്ലാം നഷ്ടമായി, എനിക്ക് ഭൂമിയിൽ ഒന്നുമില്ല, ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുക നമ്മ ഒരു ഉറച്ചൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് കൊടസനാട് IPC ചർച്ചിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു 8 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേന് എന്റെ അപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പൊ അതുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് ശരിക്കും ആകെ അങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനം ഭൂമിയിലില്ല, കേരളത്തിലില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അപ്പയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും അമ്മയുടെ ഫാമിലിയിൽ നിന്നാണെങ്കിലും ഞങ്ങൾക്കൊരു ഭവനം താമസിക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നിച്ചു. കാരണം രണ്ട് ഫാമിലിക്ക് ഞങ്ങൾ അവിടെ നിൽക്കുന്നത് ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം എന്റെ അപ്പ ഉള്ള സമയത്ത് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഞങ്ങൾക്കൊരു ഭവനം വേണം, ഭവനം വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ അപ്പന്റെ മരണം. അത് കഴിഞ്ഞപ്പോ അമ്മയുടെ ഫാമിലി ഒക്കെ ഒന്ന് ഓക്കെ ആയി, ഞങ്ങളെ അക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല എന്നുള്ളൊരു ഇത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ അമ്മ എന്നെ ഒരു സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചേർത്ത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ സമയത്തൊന്നും എനിക്ക് അസുഖത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് നല്ല കെയറിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മാസേ ഞാൻ പോയുള്ളൂ. പോയി ഒരു കുറച്ച് ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഡെസ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കൊടുത്ത എപ്പോഴും ഡെസ്കിൽ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കും. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ ചുമ്മാ തമാശ രീതിയിൽ തട്ടിയതാ. അപ്പോ എന്റെ ഈ മേളത്തെ പല്ല് താഴെ വന്ന് ഈറെ കൊണ്ടിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വരാൻ തുടങ്ങി. അല്ലാതെ തന്നെ എനിക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ബ്ലഡ് വന്നോണ്ടേയിരിക്കും. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, എന്ത് കഴിച്ചാലും പല്ലിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും ബ്ലഡ് വന്നോണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു അങ്ങനെ ബ്ലഡ് വരുന്നതായിരിക്കും എന്ന്. അപ്പം അത് അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ബ്ലീഡിങ് എനിക്ക് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ രാത്രിയില് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കിന് എന്റെ ഡ്രസ്സ് ഫുള്ള്, ഹെയർ ഫുള്ള് ബ്ലഡ് ആയിരിക്കും. ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും. അത് പിന്നെ പില്ലോ ഫുള്ള് നിറച്ച് ബ്ലഡ് ആവാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കട്ടിൽ ഫുള്ള് ബ്ലഡ് ആവാൻ തുടങ്ങി. അപ്പൊ രാവിലെ എന്നെ ബെഡിൽ നിന്ന് എടുക്കുന്നത് ഒരു ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ റോഡിൽ നിന്ന് എടുക്കുന്ന ഒരു രീതിയിലാണ് എന്നെ എടുക്കുന്നത്. അത്രയ്ക്കും ബ്ലഡ് ആയിട്ട്. അപ്പൊ അമ്മയ്ക്ക് നാട്ടില് ഹോസ്പിറ്റലും കാര്യങ്ങളും ഏത് ഡോക്ടറിനെ ഒന്നും കാണിക്കണമെന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ വന്നിട്ട് ഞങ്ങളോട്, ജോൺസൊക്കെ പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇതേ കൂട്ട് അടൂർ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ പോയിട്ട് ഡോക്ടറിനെ ഒന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെ കണ്ടു. ഞങ്ങളുടെ ബോംബെ മുതലുള്ള എന്റെ ചെക്കപ്പ് ചെയ്ത പേപ്പേഴ്സ് എല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ പോയപ്പോഴും അവര് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് പിന്നെ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾക്ക് ബ്ലീഡിങ് വരുമ്പോൾ പ്ലാസ്മ കൊടുക്കും, അതെനിക്ക് തരും. അങ്ങനെ എനിക്ക് ബ്ലഡ് ക്ലോട്ട് ആവും. ക്ലോട്ട് ആയി കഴിയുമ്പോഴത്തേക്കിനും അവർ വീട്ടിൽ വിടും. വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെയും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ആവും.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ആ ബ്ലീഡിങ് വരുന്ന സ്ഥലത്ത് ഒരു കൊമള പോൾക്ക് വന്നിട്ട് അത് പൊട്ടിയിട്ട് അങ്ങ് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പൊ എന്റെ വാ ഫുൾ അങ്ങ് ബ്ലഡ് ആവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, ആരോടും സംസാരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും എനിക്ക് ഫുഡിനോടെല്ലാം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എനിക്ക് ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാണ്ട് വന്നു. കാരണം ബ്ലഡിന്റെ ടേസ്റ്റ് എപ്പോഴും ഇങ്ങനെ വായിൽ നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്യാൻ പറ്റത്തില്ല. വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടായിപ്പോയി. പ്രേയറിനൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കവറും കാണും, വലിയൊരു കെട്ട് പഞ്ഞിയും കാണും. അപ്പൊ ഈ പഞ്ഞി വായിക്കകത്ത് ഇങ്ങനെ മുക്കും കവറിനിടും. ഇങ്ങനെയൊക്കെയാണ് പ്രേയറിന് പോയിരിക്കുന്നത്. അത്രയ്ക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ആ സമയത്ത് പിന്നെ ട്രിവാൻഡ്രത്ത് പോകും. പിന്നെ അവരൊന്നുകൂടി ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കിന് പറഞ്ഞു എന്റെ ലെഫ്റ്റ് സൈഡിലെ ചീക്കില് ട്യൂമർ ഉണ്ട്. അപ്പൊ അത് കുറച്ച് പഴകിയിട്ടുണ്ട്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഫുള്ള് മുറിച്ച് മാറ്റണം. മുറിച്ച് മാറ്റിയെങ്കിൽ അത് ഹീൽ ആവത്തുള്ളൂ, മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്ലീഡിങ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ എന്റെ ജീവൻ നഷ്ടമാകും. അങ്ങനെ അവര് പറഞ്ഞു വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അന്നേരം അമ്മ പറഞ്ഞു സാരമില്ല, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. കാരണം ഓപ്പറേഷൻ ചെയ്യാതെ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നത് CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. പക്ഷെ അവിടെ ലക്ഷങ്ങൾ കൊണ്ട് പോലും പോയാലും രക്ഷപ്പെടുവോ എന്നറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ വിടും. അങ്ങനെ കുറെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഭവനത്തിൽ ഒരു സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ വന്നു. പാസ്റ്ററുകൾ വന്ന് ഒരു ദിവസം എനിക്ക് നല്ല ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഞാൻ ഭയങ്കര ക്ഷീണത്തോടെ, എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല, ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ. ബ്ലഡ് ശരീരത്തിൽ നിന്ന് നഷ്ടമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആഹ് നേരെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം എനിക്ക് 3.0 HB ഒക്കെ ആവുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പ് ഇടാൻ പറഞ്ഞു പാസ്റ്ററുകൾ തന്നെ. അങ്ങനെ അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് ട്രിപ്പ് ഇടാൻ വേണ്ടി പോയപ്പോഴത്തേക്കിന് HB നോക്കിയപ്പോഴത്തേക്കിന് ഒത്തിരി ലോയാ. അങ്ങനെ പിന്നെ അവര് പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ട്രിവാൻഡ്രത്തേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ട്രിവാൻഡ്രത്തോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പൊ ഈ പോന്ന വഴിക്ക് എനിക്ക് ഒട്ടും ജീവനൊന്നുമില്ല. ഞാൻ കണ്ണെല്ലാം അടച്ചു. അമ്മ വിളിച്ചിട്ട് ഞാൻ വിളിയൊന്നും കേൾക്കുന്നില്ല. അന്നേരം അമ്മ വിചാരിച്ചു എന്റെ ജീവൻ അവിടുന്ന് നഷ്ടമായി. കാരണം എന്റെ ട്രിപ്പ് കയറുന്നതെല്ലാം അങ്ങ് സ്റ്റോപ്പ് ആയിപ്പോയി. അപ്പൊ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കിന് ജീവൻ പോയെന്നാണല്ലോ. അപ്പൊ അങ്ങനെ അമ്മ അവിടെ കാറിൽ ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പൊ കുറച്ചുനാട് ചർച്ചിലെ ദാസങ്ങളാ എന്നെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പൊ അമ്മ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ദാസങ്ങളോട് പറഞ്ഞു അച്ചായ കുഞ്ഞ് മരിച്ചെന്ന് തോന്നുന്നു, അനക്കമൊന്നുമില്ല, ട്രിപ്പ് നിന്നു. അപ്പൊ അങ്കിള് 3 വട്ടം കൈപൊക്കി ഹല്ലേലൂയ പറഞ്ഞിട്ട് അമ്മയോട് പറഞ്ഞു ഗിരിജയെ വിഷമിക്കാതിരിക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അവിടെ ആ കാറിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. കാരണം ബന്ധുക്കോസ് വിശ്വാസത്തിൽ വന്നിട്ട് ഭർത്താവ് മരിച്ചു, ഇനി കുഞ്ഞൂടി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് തിരിച്ച് വരുമ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം അമ്മയെ കുറ്റപ്പെടുത്തും. ഓൾറെഡി എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ ബന്ധുക്കോസ് വന്നതിനെ കളിയാക്കുകയും കുറ്റപ്പെടുത്തലും ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ ഇതുകൂടി ആയി കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരും ബന്ധുക്കോസ് പോകണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റപ്പെടുത്തും, കളിയാക്കും. അതുകൊണ്ട് എന്റെ ജീവൻ എടുക്കുവാണെങ്കിൽ അമ്മയുടെ ജീവനും കൂടി എടുക്കണം. അല്ല എന്റെ ജീവൻ ദൈവം തരുവാണെന്നുണ്ടെങ്കിൽ അമ്മ ഞാനും യേശുവിന്റെ വേല ചെയ്യാവുന്നൊരു തീരുമാനം അമ്മ അവിടെ വെച്ച് ആ കാരണത്ത് വെച്ച് എടുത്തു. അമ്മ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ആ കാരണത്ത് എഴുന്നേറ്റിരിക്കാൻ ഇടയാന്ന്. എന്നെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കാറ് കയറ്റുന്ന സമയത്ത് സ്ട്രക്ചറിലാ കൊണ്ടുപോയത്. പക്ഷെ തിരിച്ച് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് കയറുന്ന നടന്നാ പൊക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ആദ്യമൂലം ഡോക്ടറിനെ കണ്ടപ്പോ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ഓപ്പറേഷൻ മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അന്ന് അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ട്രിവാൻഡ്രത്ത് ഇല്ലായിരുന്നു. അപ്പൊ CMC വെല്ലൂർ തന്നെ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനാവശ്യമായ പൈസ അമ്മയുടെ കയ്യിലില്ല. അങ്ങനെ ഇരുന്ന് വിഷമിക്കുന്ന സമയത്ത് എന്റെ അമ്മ അമ്മൂമ്മയോടൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി കാണാം, CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി കാണാം, കണ്ടിട്ട് അവിടെ രീതികളെല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നീട് പൈസ ഓക്കെ ആവുമ്പം അവിടെ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം അമ്മയും കൂടി വന്നു. അങ്ങനെ അമ്മൂമ്മയും ഞാനും അമ്മയും കൂടി CMC വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് ഞങ്ങള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഹെമറ്റോളജി ഡോക്ടറിനെ കണ്ടു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എവിടെ ലോഡ്ജ് എടുത്തേക്കുന്നതെന്ന്. അപ്പൊ നാട്ടിലൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ അവിടെ അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആക്കിയിട്ട് നമ്മുടെ ചെക്കപ്പും ട്രീറ്റ്മെന്റും കാര്യങ്ങളും പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കും. പക്ഷെ അവിടെ നമ്മൾ പുറത്ത് ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് വേണം ഈ ചെക്കപ്പ് ഒക്കെ ചെയ്യാൻ. അപ്പൊ ഇത് ഞങ്ങൾക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. അന്നേരം ഞങ്ങൾ ആകെ വിഷമിച്ചു. കയ്യിലാണെങ്കിൽ ഒത്തിരി പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അതിന്റെ കൂട്ടത്തിൽ ലോഡ്ജ് കൂടി പുറത്തെടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം. അപ്പം
ഹെമറ്റോളജി ഡോക്ടർ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് പല്ലിന്റെ അവിടെയുള്ള വിഷയമായോണ്ട് ഡോക്ടറിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡോക്ടറിന്റെ അടുത്തേക്ക് വിട്ടു. കർണാടക ഡോക്ടറായിരുന്നു, ഗ്ലാഡ്വിൻ എന്നാണ് പേര്. അപ്പൊ ഡോക്ടറിനോട് അമ്മ പറഞ്ഞു, ഡോക്ടർ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതാ, അമ്മയും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ, ആണുങ്ങളായിട്ടൊന്നും ഞങ്ങളുടെ കൂടെ ആരുമില്ല, ഇതേകൂട്ട് ഒരു വിഷയമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ ഞങ്ങൾ ലോഡ്ജ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് ഇതിലും സീരിയസ് ആയിട്ട് വരുന്നവരുണ്ട്, അവരെയൊക്കെ കണ്ടിട്ട് ആരുടെ കാര്യങ്ങളും അങ്ങനെ അവർക്ക് വിഷമം തോന്നാറില്ല, അവരെപ്പോഴും പേഷ്യൻസിനെ കാണുന്നില്ല, പക്ഷെ നിങ്ങളുടെ വിഷയം കേട്ടപ്പോ എന്തോ എനിക്കൊരു ഹൃദയത്തിലൊരു വേദന പോലെ, ഒരു വിഷമം പോലെ എന്ന് പറഞ്ഞു. ദൈവം തോന്നിപ്പിച്ചത് അങ്ങനെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാനിപ്പം വരാന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പോയി ഒരു കോള് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ എനിക്ക് അറിയാവുന്ന ഒരു പാസ്റ്ററിനെ വിളിച്ചത്, പാസ്റ്ററുകളെ നിങ്ങളെ താമസിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ തന്നെ ഞങ്ങളെ ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്ത് ചർച്ചിലാക്കി. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോ IPC ചർച്ചാണ്, അവിടെ പാസ്റ്ററുകളും ആന്റി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് ചെക്കപ്പിന് പോയി. അപ്പം ഒരു 10 ഡേയ്സ് ഉണ്ട് എനിക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അന്നേരം അമ്മ അവിടുത്തെ പാസ്റ്ററുകളോട് പറഞ്ഞു, പാസ്റ്ററുകളെ ഞങ്ങൾ 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാന്ന് പറഞ്ഞു, കാരണം എനിക്ക് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ദൈവം അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 7 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഫാസ്റ്റിംഗിൽ ഇരുന്ന സമയത്ത് ഞങ്ങൾ ചെക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഒരു 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും അവിടുത്തെ പാസ്റ്ററുകൾ വന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കണ്ട, ബാക്കി 2 ദിവസം അങ്കിളും ആന്റി എടുത്തോളാം, കാരണം ഹോസ്പിറ്റലിൽ ഇപ്പൊ അഡ്മിറ്റ് ആവേണ്ട ടൈമായി, അമ്മയ്ക്ക് ക്ഷീണമാവെന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റിംഗ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. ഓപ്പറേഷൻ ഡേ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി, കാരണം അത്രയും വലിയ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഇഷ്ടംപോലെ പേഷ്യൻസ് അവിടെ ഇങ്ങനെ കിടക്കും. അപ്പം അവിടെ ഇരിക്കുന്ന ഓരോ ഓപ്പറേഷന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ശരിക്കും പേടിച്ചു. അങ്ങനെയൊക്കെ കണ്ട് പേടിച്ചിരിക്കുന്ന സമയത്ത് കൂടെ ആരും ഇല്ല. അന്നേരം അമ്മ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു അതിന്റെ വെളിയിലത്തെ ഹോളിൽ നിന്ന് വല്യവായി കരഞ്ഞു. അപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, പേടിക്കണ്ട, വിഷമിക്കണ്ട, ദൈവം സഹായിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പം ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് തലേദിവസം രാത്രിയില് റൂമിൽ വന്നിട്ട് ഡോക്ടർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ ഒരു ഓർത്തഡോക്സാ, പക്ഷെ തലേദിവസം ഡോക്ടർ എന്റെ റൂമിൽ വന്നിട്ട് എന്നെ പ്രാർത്ഥിച്ച് എനിക്ക് ഒത്തിരി ആശ്വാസമായിട്ട് ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു, മോള് പേടിക്കണ്ട, ഡോക്ടറുകൾ അവിടെ കാണും, ഒരു ടെൻഷനും വേണ്ട, എന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ഒക്കെ തന്നു ഡോക്ടർ. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്കിൾ അങ്ങ് പോയി. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ സമയത്ത് ഗ്ലാഡ്വിൻ ഡോക്ടർ അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ ഇവര് മാസ്കും സെയിം ഡ്രസ്സും ഒക്കെ ഇട്ട് നിൽക്കുമ്പോ ഇതിനകത്ത് ഏതാ ഗ്ലാഡ്വിൻ ഡോക്ടർ എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതെല്ലാം കൂടി കണ്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുന്ന സമയത്തേക്കിന് അവൻ എനിക്ക് അനസ്തേഷ്യ തന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിന്റെ ഉള്ളത്തിൽ ദൈവം ഇടപെട്ടിട്ട് അവര് പെട്ടെന്ന് ആ ഓപ്പറേഷൻ അവിടെ ചെയ്യണ്ട, അതിന് പകരം ഒരു ബയോപ്സി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം അവർക്കും ഞങ്ങൾ അത്രയും ദിവസം കൊണ്ട് നല്ലൊരു അടുപ്പം പോലെ ആ ഒരു സ്നേഹമൊക്കെ വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ അവർക്കും പറ്റുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു ഒരു ബയോപ്സി ചെയ്യാം, അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് ഒന്നുകൂടി ഫൈനലൈസേഷൻ ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ബയോപ്സി ചെയ്തു. അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് അമ്മ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തോട്ട് ഓടി വന്ന് എന്നെ നോക്കിയപ്പോഴത്തേക്കിന് എന്റെ താടിയിലൊന്നും മുറിച്ചിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് കരയണോ ചിരിക്കണോ എന്താന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞു സന്തോഷിക്കാൻ വരട്ടെ, ചിരിക്കാൻ വരട്ടെ, ഞങ്ങള് ഇപ്പം ബയോപ്സി ആണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ റിസൾട്ട് വന്നിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്താന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ചർച്ചിൽ വന്നു. ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോ പാസ്റ്ററുകൾ പറഞ്ഞു വേണ്ട, കാരണം റിസൾട്ട് മേടിക്കാൻ പിന്നെ തിരിച്ചു വരണം, അതുകൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഒരു 3-4 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു സമയത്ത് അവിടുത്തെ പാസ്റ്ററുകളും ആന്റിയും ഞാനും അമ്മയും അമ്മുമ്മയായിട്ട് ആ CMC വെല്ലൂർ ഹോസ്പിറ്റൽ ട്രാക്ട്, അവിടെ എല്ലാ ലാംഗ്വേജിലും ട്രാക്ട് ഉണ്ട്. ആ ട്രാക്ടുമായിട്ട് ഞങ്ങള് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ കയറി ട്രാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞങ്ങള് എല്ലായിടത്തും കൊണ്ടുപോയി ട്രാക്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ട്രാക്ട് ഒക്കെ കൊടുത്ത് ലാസ്റ്റ് റിസൾട്ട് വരുന്ന ഡേ വന്നു. അപ്പൊ ഞങ്ങള് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കിന് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടില് ഒരു കുറെ ഡോക്ടേഴ്സ് ഇരിപ്പുണ്ട്. എന്നിട്ട് അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അമ്മയെ കണ്ടപ്പോഴത്തേക്കിന് പറഞ്ഞു രമ്യയുടെ അമ്മയ്ക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ട്യൂമർ എന്ന് പറയുന്ന സംഭവമേ അവിടെ ഇല്ല, ദൈവം പൂർണ്ണമായിട്ടൊരു ഹീലിംഗ് തന്നെന്ന് പറഞ്ഞു.
അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായ ഒരു ആശ്വാസമായിരുന്നു. കാരണം അത്രയും മുറിച്ചു മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലാണ്. പിന്നെ പ്ലാസ്റ്റിക് സർജറി അതൊന്നും എനിക്ക് പിന്നീട് ചെയ്യാൻ പറ്റത്തില്ല, നല്ല ചെലവുകൾ വരും. പക്ഷെ ആ ഒരു ഓപ്പറേഷനിൽ ദൈവം അവിടെ നിന്ന് എന്നെ വിടുവിച്ചു. ആ ഒരു വിടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വലിയൊരു വിശ്വാസമായിരുന്നു. ആദ്യമായിട്ട് ദൈവത്തിന്റെ ആ ഒരു വിടുതൽ അനുഭവിക്കാൻ ദൈവം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. അപ്പം അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ ഇത് എനിക്ക് ഓപ്പറേഷനൊക്കെ വേണ്ടി വെല്ലൂർ പോകുന്ന സമയത്ത് മുന്നേ ഒരു വീടൊക്കെ കൊടുക്കുന്ന ഒരു അങ്കിൾ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പം ആ അങ്കിളിന് നമ്മ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലെറ്റർ കൊടുത്തിട്ടാണ് പോയത്. അപ്പൊ അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഞങ്ങൾ വെല്ലൂർ നിൽക്കുന്ന സമയത്തായിരുന്നു. അത് ആ ഒരു സംഭവമൊക്കെ നടന്നു തന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ആ ഒരു സമയത്ത് അമ്മ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഇനി വീട് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം അവര് വീട് കൊടുക്കുന്നവരെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ പോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എമിനൻസ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിൽ ഒരു സാറാ വീട് വെച്ച് കൊടുക്കുന്നത്. അപ്പോ ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പോയി. അപ്പം ജോസ് എന്നാണ് ആ സാറിന്റെ പേര്. അപ്പം ആ ജോസ് അങ്കിൾ ഫ്രണ്ടിൽ ഇരിപ്പാണ്. പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല ഇത് ജോസ് സാറാന്നുള്ളത്. അപ്പൊ അമ്മ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഈ വീട് കിട്ടാൻ അർഹതയുണ്ട്, ആ ജോസ് സാറിന്റെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അമ്മ ജോസ് സാറിനോട് തന്നെ ജോസ് സാറിന്റെ നമ്പർ ചോദിക്കുന്നത്. ആളറിയാതാണ് അമ്മ സംസാരിക്കുന്നത്. അപ്പം സാറ് പറഞ്ഞു അങ്ങനെ നമ്പർ ഒന്നും തരാൻ പറ്റത്തില്ല, റെക്കമെൻഡേഷൻ ഒന്നും പറ്റത്തില്ല. കാരണം അവര് ഒരു ലിസ്റ്റ് ഉണ്ട്, നറുക്കെടുക്കും. അപ്പൊ 500 പേരിൽ നിന്ന് 50 പേരെ തെരഞ്ഞെടുക്കും. ആ 50 പേരിൽ നിന്ന് പിന്നെ അവര് 15 തെരഞ്ഞെടുക്കും. അപ്പൊ ഈ ഇത്രയും നറുക്കെടുപ്പിൽ നമ്മുടെ പേര് വരണം. അപ്പം അങ്ങനെ പേര് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞങ്ങളെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. കാരണം അത്രയും നറുക്കെടുത്ത് വരുമ്പോൾ നമ്മുടെ പേര് കാണണ്ടേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. എനിക്കൊരു ഒരു സ്കൂളിൽ ഒരു സാർ ഇങ്ങനെ വീട് തരുന്നതും താക്കോല് തരുന്നതും കണ്ണാടി വെച്ചൊരു സാർ, ഇതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടു. ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു, മോനെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ചാൽ ദൈവം അത് പെട്ടെന്ന് കേൾക്കും, അതുകൊണ്ട് മോൻ പ്രാർത്ഥിക്കും, നമുക്കൊരു വീട് വേണം, എന്നാലേ നമുക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞ് ഞാനും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സ്കൂളിലെ സാറ് ഞങ്ങൾക്ക് വീട് തരാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇത്രയും നറുക്കെടുത്തു ഞങ്ങളുടെ പേര് വന്ന് ദൈവം അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് ലഭിച്ചു, സ്ഥലം എല്ലാം ആയി. പിന്നെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു എനിക്കൊരു 13 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെയും ഈ ബ്ലീഡിങ്ങിന്റെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ എനിക്ക് അല്ലാതെ എനിക്ക് പല്ലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ എപ്പോഴും ബ്ലീഡിങ് വന്നോണ്ടേ ഇരിക്കുമായിരുന്നു. ഫുഡ് കഴിക്കുമ്പോഴും ചിലപ്പോൾ വെള്ളം കുടിക്കുമ്പോഴാണെങ്കിൽ പോലും ചിലപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാല് പെട്ടെന്ന് ഇങ്ങനെ ബ്ലീഡിങ് വരും. കൈയൊക്കെ മുറിഞ്ഞാൽ ഇങ്ങനെ ബ്ലീഡിങ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതൊരു 11 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഈ പല്ലിന്റെ ഇടയിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് എനിക്ക് സ്റ്റോപ്പായി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബ്ലീഡിങ് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 13 വയസ്സുള്ള സമയത്ത് എനിക്ക് മന്ത്ലി പ്രോബ്ലംസ് വന്നിട്ട് എനിക്ക് ഹെവി ബ്ലീഡിങ് വരാനിടയായി. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് മെൻസ്ട്രേഷൻ വന്നപ്പോഴത്തേക്കും ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കിന് എനിക്ക് ഹെവി ബ്ലീഡിങ് ആയി. ഒരു രാവിലെ 10:30 മുതൽ എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ആയിട്ട് ലാസ്റ്റിൽ എന്റെ ശരീരത്തിൽ നിന്ന് പോവാൻ ബ്ലഡ് ഇല്ല, വെള്ളമായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോ ഞങ്ങള് ശരിക്കും അമ്മ ടെൻഷൻ ആയിപ്പോയി. കാരണം ഇനിയും വെല്ലൂർ തന്നെ പോവേണ്ടി വരുമോ എന്നൊരു, കാരണം എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ആദ്യം പോകുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ ആ ഒരു ടെൻഷൻ ഒക്കെ ആയിപ്പോയി. അങ്ങനെ ഒരു രാത്രി ഒക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് ബ്ലീഡിങ് പിന്നെയും കൂടി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ. അന്നേരം അമ്മ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞു, മോനെ നമുക്ക് ഒരു അരമണിക്കൂർ കിടക്കാം, 12:30ക്ക് അലാറം വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഞാനും അമ്മയും കൂടി കിടന്നു. കിടന്നൊരു കിടന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വാഷ്റൂമിൽ പോകണം എന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാന് അമ്മ ഡോർ തുറക്കുന്ന സമയം കൊണ്ട് ഞാന് തല ഇറങ്ങി താഴെ വീണു. താഴെ വീണിട്ട് ഭയങ്കര സൗണ്ടോടുകൂടിയായിരുന്നു എന്റെ തല പോയി തറയിൽ അടിച്ചു. അമ്മ വിചാരിച്ചാൽ തലയൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും അമ്മയും ഒറ്റയ്ക്കേ ഉള്ളു. അപ്പം അമ്മയ്ക്ക് എന്നെ ഒന്ന് താങ്ങി നിർത്തിയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ പറ്റത്തില്ല. കാരണം അമ്മ എന്നെ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെയും താഴെ പോകും. അതുകൊണ്ട് അമ്മയ്ക്ക് പിടിവിടാൻ പറ്റത്തില്ല. അന്നേരം അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, യേശുവെ രക്ഷിക്കണേ, കുഞ്ഞിനൊന്നും വരുത്തലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം അടുത്ത വീട്ടിലെ ഒരു അമ്മച്ചി കേട്ടപ്പോ വിചാരിച്ചു അമ്മ രാത്രി പ്രാർത്ഥിക്കും, അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാന്നും പറഞ്ഞുകൊണ്ട്
അവര് കാര്യമാക്കിയില്ല. പക്ഷെ പിന്നെ അമ്മയുടെ ഈ പ്രാർത്ഥനയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നു. അന്നേരം അമ്മച്ചി ഓർത്ത് ഇത്രയും ഒച്ചത്തില് പ്രാർത്ഥിക്കത്തില്ലല്ലോ. അപ്പൊ എന്തുവാന്നറിയാൻ വേണ്ടി ചുമ്മാ അവര് ഞങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബ്ലഡിൽ കുളിച്ച് അവിടെ ഇങ്ങനെ കിടക്കും. പെട്ടെന്ന് അമ്മച്ചി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞ് എനിക്ക് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അമ്മ എനിക്ക് ജ്യൂസ് പോലെ അടിച്ചു തന്നു. അങ്ങനെ ഞങ്ങള് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കിന് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ കാണിക്കുന്നിടത്തോട്ട് തന്നെ പോകണ്ട. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോയി. ദൈവത്തിന്റെ കൃപയാല ആ ഒരു സമയത്ത് എനിക്ക് ഫാക്ടറേറ്റ് ഇങ്ങനെ ബ്ലീഡിങ് വരുമ്പോഴത്തേക്കിന് ഫാക്ടറേറ്റ് എനിക്ക് കേട്ടു. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫാക്ടറേറ്റ് ഇല്ലായിരുന്നു. പിന്നീട് അത് ഫാക്ടറേറ്റ് അവിടെ മെഡിക്കൽ കോളേജിൽ വരുവാനിടയായി. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഈ ബ്ലീഡിങ് വരുന്ന സമയത്തെല്ലാം ഒരു 6 months ഒക്കെ എനിക്ക് ബ്ലീഡിങ് ആയിരിക്കും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, എങ്ങോട്ട് ഫംഗ്ഷൻ ഒന്നും, വീടിന്റെ വെളിയിലോട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പ്രേയറിനും പോകാൻ പറ്റത്തില്ല, സ്കൂളിലും പോകാൻ പറ്റത്തില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു വിഷമം എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ഞങ്ങള് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് അവിടെ പോയി ബ്ലീഡിങ്ങിന്റെ ടൈമിൽ ഫാക്ടറേറ്റ് കയറ്റും, ബ്ലഡ് ക്ലോട്ട് ആവും, കുഴപ്പമില്ലാണ്ട് വീട്ടിൽ വരും. പിന്നെ എനിക്ക് ഈ പീരീഡ്സ് വരുമ്പോഴത്തേക്കിന് ഹെവി ബ്ലീഡിങ് ആവും. അതൊരു 6 months ഒക്കെ 7 months വരെ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും. അത് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പം എന്റെ ശരീരത്തിൽ ബ്ലഡ് കുറയും. ബ്ലഡ് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സ്റ്റൊമക് പെയിൻ പോലെ തോന്നി. ആദ്യം ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. പിന്നെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് പെയിൻ കൂടി വന്നു. അപ്പം ഞാനൊരു ഈ കട്ടിലിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. എനിക്ക് അത്രയ്ക്ക് പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് അമ്മ എന്നെ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർക്കും പെട്ടെന്ന് എന്തുവാ എനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. എന്റെ ശരീരത്തിൽ അന്ന് 4 ഉള്ളു ബ്ലഡ്, പക്ഷെ എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ അവർ സ്കാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു ഇന്റേണലി ബ്ലീഡിംഗ് ഉണ്ട്, അപ്പൊ സഡൻ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓപ്പറേഷന്റെ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു, ടൈം എല്ലാം ഫിക്സ് ആക്കി വെച്ചു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അവിടെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ 3 ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നത്, ഹെമറ്റോളജി, SAT, പിന്നെ മെഡിക്കൽ കോളേജ്. അപ്പൊ ഈ 3 ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സ് വന്നിട്ട് വേണം എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞു SATയിലെ ഡോക്ടറിനെയും കൂടി പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അമ്മയോട്. അപ്പൊ അമ്മ SAT പോയി അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു രാത്രിയൊക്കെ ആയി. അന്നേരം അമ്മ റോഡിൽ നിന്ന് ഇങ്ങനെ വല്യവായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങളുടെ കൂടെ ആരുമില്ല, അമ്മ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലെല്ലാം ഓടി നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അമ്മ അവിടെ ഇങ്ങനെ കരഞ്ഞു. 2008 ദൈവം കത്തി വെക്കാതെ ആ വലിയൊരു ഓപ്പറേഷനിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോഴും എന്റെ കുഞ്ഞിന്റെ മേൽ കത്തി വെക്കല്ലേ ദൈവമേ എന്ന് പറഞ്ഞ അമ്മ അവിടെ ഉറക്കെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു. അങ്ങനെ അമ്മ എന്റെ റൂമിൽ എന്റെ അടുത്ത് വരുന്നതിന് മുന്നേ SATയിലെ ഡോക്ടർ എന്റെ അടുത്ത് വന്നു. അപ്പം എന്റെ ഈ കഴുത്ത് മുതല് താഴെ പാദം വരെ വീർത്തിരിക്കുക. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ശ്വാസം പോലും വിടാൻ പറ്റത്തില്ല, അത്രയ്ക്കും വീർത്ത് ഇങ്ങനെ ഇരിക്കും. ഒന്ന് തിരിയാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല, നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയില്. അപ്പം എന്റെ വയറിന്റെ ഒരു വണ്ണം നോക്കിയപ്പോഴത്തേക്കും ഒരു 50 centimeter ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് വന്ന് പിന്നെ മെയിൻ ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എന്റെ വയറിന്റെ വണ്ണം ഒക്കെ കുറഞ്ഞ് 20 ഉള്ളൂ. അപ്പൊ PG ഡോക്ടേഴ്സിനെ മെയിൻ ഡോക്ടേഴ്സ് വഴക്ക് പറയാൻ തുടങ്ങി, അവരുടെ മിസ്റ്റേക്കിൽ പറ്റിയതായെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ട് PG ഡോക്ടേഴ്സ് എന്നോട് ചോദിച്ചു, മോളെ നേരത്തെ അങ്കിൾ നോക്കിയപ്പോ കറക്റ്റ് അല്ലായിരുന്നു? ഞാൻ പറഞ്ഞു ആയിരുന്നു, കറക്റ്റ് ആയിരുന്നു. അപ്പൊ എന്റെ വയറെല്ലാം സോഫ്റ്റ് ആയി, കുഴപ്പമൊന്നുമില്ല. അന്നേരം അമ്മ കയറി വന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി മോക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട, ദൈവം വലിയൊരു പ്രവൃത്തി അത് മാറി വയറെല്ലാം നല്ല സോഫ്റ്റ് ആയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാരണം അമ്മ റോഡിൽ വെച്ച് അവിടെ വല്യവായിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഉണ്ടെന്ന്. അമ്മ അവിടെ വല്യവായിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ദൈവം അവിടെ ഞങ്ങൾക്ക് ഒരു വലിയൊരു വിടുതല് തന്നു. അങ്ങനെ പിന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും വന്നില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ബ്ലീഡിങ്ങിന്റെ ഒരു വിഷയം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം 10th ക്ലാസ്സിലെ മെയിൻ എക്സാമിന്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓരോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ചിലപ്പോൾ 2 മാസം 3 മാസം ഒക്കെ എനിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം പിന്നീട് ഞാൻ പോകുന്നത് എക്സാമിന്റെ സമയത്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ക്ലാസ് സബ്ജക്റ്റ് ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റാണ്ടൊക്കെയാവും. അപ്പൊ 10th ക്ലാസ്സിലെ
മെയിൻ എക്സാമിന്റെ സമയത്ത് ടീച്ചേഴ്സ് ഫെയിൽ ആവുന്നവരുടെ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കി, A+ കിട്ടുന്നവരുടെ ലിസ്റ്റ്. അവരുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ, ഇന്ന കുട്ടികൾ ഇത്ര A+ കിട്ടും, ഫെയിൽ ആവുന്നവർ ഇത്ര പേര്. അപ്പം ഫെയിൽ ആവുന്നവരുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഞാനായിരുന്നു. കാരണം എനിക്ക് കറക്റ്റ് ആയിട്ട് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എങ്ങനെങ്കിലും ഒന്ന് ജയിച്ചു പോയാൽ മതി, തോക്കാൻ ഇടയാവില്ല എന്ന് പ്രാർത്ഥിച്ചു. എക്സാം കഴിഞ്ഞു. എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നല്ല മാർക്കോടുകൂടി എനിക്ക് പാസ്സാക്കാൻ പറ്റി. വലിയ മാർക്ക് അല്ലെങ്കിലും എന്റെ ആ ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്ക് അതൊരു വലിയൊരു മാർക്ക് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് പറ്റി. അത് കഴിഞ്ഞ് ഞാൻ +1 +2 പഠിക്കാനായിട്ട് തുടങ്ങി. +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും +2 കയറിയപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെ എനിക്ക് വയ്യാണ്ട് വന്നു. അങ്ങനെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് അതും ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവും, ഫാക്ടറേറ്റ് എടുക്കും, ഓക്കെ ആവും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് +2ന്റെ കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് വെക്കുന്ന ഒരു ടൈം. അപ്പം എനിക്ക് നഴ്സിംഗ് ആയിരുന്നു ഇഷ്ടം. കാരണം കുഞ്ഞിലെ മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നഴ്സുമാരും ഡോക്ടർമാരെ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങള് ബോംബെയിൽ നിന്ന് നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂടുതൽ വിഷമങ്ങള് കാര്യങ്ങളൊക്കെയായിരുന്നു. അപ്പം ഒത്തിരി പേര് എന്നെ അങ്ങനെ സ്നേഹിക്കാനോ അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു ദിവസങ്ങൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈ ഡോക്ടേഴ്സ് വന്ന് സ്നേഹത്തോടെ സംസാരിക്കും, നഴ്സസ് വന്ന് സ്നേഹത്തോടെ സംസാരിക്കും. അപ്പൊ കുഞ്ഞിലൊക്കെ ആണെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ അന്ന് ചോക്ലേറ്റ് ഒക്കെ തരും കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് തോന്നല് ഈ ലോകത്തില് സ്നേഹിക്കാനും എല്ലാം അറിയാവുന്നവര് നഴ്സുമാരും ഡോക്ടർമാരും മാത്രം ഒരു ചിന്തയായിരുന്നു. അപ്പം എനിക്കും നേഴ്സ് ആവണം, ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹമായിരുന്നു. അമ്മ പറഞ്ഞു, അമ്മയ്ക്കന്ന് ഒട്ടും താല്പര്യമല്ലായിരുന്നു. അമ്മ പറഞ്ഞു പറ്റത്തില്ല, കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിലുള്ളതുകൊണ്ട് നഴ്സിങ്ങിന് പോകണ്ട, വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അന്ന് ആ ദിവസം മൊത്തം വീട്ടിനകത്തിരുന്ന് കരഞ്ഞു, എനിക്ക് നഴ്സിങ്ങിന് പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒത്തിരി കരഞ്ഞ എന്റെ നിർബന്ധപ്രകാരം അമ്മ ബാംഗ്ലൂർ ഒരു കോളേജിൽ, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ചർച്ചിലെ ചേച്ചിയൊക്കെ അവിടെ പഠിച്ചിറങ്ങി. അപ്പൊ ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ എടുത്തു തന്നു. അവിടുത്തെ മാനേജ്മെന്റ് ഒക്കെ നല്ലതായിട്ട് അറിയായിരുന്നു. അവര് അഡ്മിഷൻ ഫീസ് ഒന്നും മേടിച്ചില്ല. അങ്ങനെ ഒരു ഫസ്റ്റ് ഇയർ എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എനിക്ക് വയ്യാണ്ട് വന്നിട്ട് എനിക്ക് നഴ്സിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം കോളേജുകാരൊക്കെ ശരിക്കും പേടിച്ചു എന്റെ കണ്ടീഷൻ കണ്ടിട്ട്. അപ്പൊ പോസ്റ്റിങ്ങിന്റെ സമയം, ഞാൻ ഹോസ്പിറ്റലിൽ പോസ്റ്റിങ്ങിന് പോകുന്ന ആ ഒരു സമയത്താണ് വയ്യാണ്ട് വന്നത്. അപ്പൊ അങ്ങനെ അവര് പേടിച്ചിട്ട് പറഞ്ഞു, ഇനി ഇവിടെ പറ്റത്തില്ല, നിങ്ങൾ ഒന്നീ ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ എനിക്ക് അവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു എന്റെ മുന്നിൽ. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. കാരണം ഞാൻ നിർബന്ധം പിടിച്ചാണ് അവിടെ പോയത്. ആരും എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. എന്നോട് ഒരു അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്, നഴ്സിങ്ങിന് വേണമെങ്കിൽ ചൂലും കെട്ട് വെച്ച് അടിക്കുമെന്ന്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇനി ഇത് നിർത്തിയിട്ട് വരുമ്പോഴത്തേക്കിന് എല്ലാവരും എന്നെ എന്തൊക്കെ പറയും, അതൊക്കെ ഓർത്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമം. കാരണം പക്ഷെ എനിക്ക് അവിടുത്തെ ആ ഒരു ബാംഗ്ലൂരിൽ അത്രയും നാൾ നിന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു ബാംഗ്ലൂർ പോകുമ്പോൾ സൂക്ഷിക്കണം, അവിടെ പോയാൽ നമ്മൾ വഴി തെറ്റിപ്പോവും, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ഞാൻ സ്പിരിച്വലി കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആയത് ബാംഗ്ലൂർ ചെന്നിട്ടായിരുന്നു. വീട്ടിലൊക്കെ എനിക്ക് പ്രെയർ ലൈഫ് കുറവ്, പക്ഷെ അവിടെ ചെന്നപ്പോ 3 നേരം പ്രാർത്ഥിക്കും. അതിൽ കൂടുതൽ കിട്ടുവാണെങ്കിൽ കൂടുതൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് സാറ്റർഡേ പ്രെയർ ഉണ്ട്, സൺഡേ പ്രെയർ ഉണ്ട്, പിന്നെ ഞങ്ങള് വെനസ്ഡേ പ്രെയർ വെക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും. നല്ലൊരു പ്രെയർ ലൈഫ് ഉള്ള ഒരു കോളേജായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കോളേജ്. പക്ഷെ എനിക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നപ്പോഴത്തേന് ആകെ ഒരു വിഷമമായിരുന്നു. അപ്പം ഞാന് വിചാരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിന്റെ അവിടുന്ന് മരിച്ചാലോ എന്നൊക്കെ തീരുമാനിച്ചു. കാരണം അമ്മയൊക്കെ ആദ്യം എന്നെ വഴക്ക് പറയത്തില്ല, പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഓരോ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ വഴക്ക് പറയും. ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് അതൊന്നും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് തന്നെ എനിക്ക് അസുഖത്തിന് ബുദ്ധിമുട്ട്, ബ്ലഡ് ഒക്കെ കുറയുമ്പോഴത്തേക്കിന് എനിക്ക് ഒരു ദേഷ്യം പോലെ, വിഷമം പോലെ, ഞാൻ ആകെപ്പാടെ ഒരു ചേഞ്ച് ആയിട്ട് മാറി. അപ്പൊ എനിക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നേരം ഇങ്ങനെ ഞാൻ മനസ്സിൽ ഓരോ തീരുമാനിച്ചിരുന്നപ്പോഴത്തേക്കിന് അമ്മ എന്നോട് പറഞ്ഞു, ഈ വട്ടം ഞാൻ ട്രെയിനിനെ വരണ്ട, ബസ്സിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല അമ്മ, ബസ്സിന് ഒത്തിരി പൈസയൊക്കെ ആവത്തില്ലേ, ട്രെയിൻ വരണ്ട, ബസ്സിന് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അമ്മ തീരുമാനത്തോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ അവിടുത്തെ കോളേജിലെ ഞങ്ങൾക്ക് സൺഡേ വർഷിപ്പിന് വരുന്ന പാസ്റ്റങ്ങളെ വിളിച്ചു. അപ്പൊ പാസ്റ്റങ്ങൾ പറഞ്ഞു, രമ്യ എന്നെ കണ്ടിട്ടേ പോവൂ, അല്ലാണ്ട് പോവരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിളെ പറ്റത്തില്ല, എനിക്ക് പോണം. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും അവര് പറഞ്ഞു 1 മാസം കഴിഞ്ഞിട്ടേ തരത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു, അല്ല പെട്ടെന്ന് തന്നെ വേണം,
ഞാൻ നാട്ടിലെത്തുമ്പോ എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു. അവരൊരു മാസം പറഞ്ഞെടുത്ത് 3 days കൊണ്ട് എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് എല്ലാം ഓക്കെ ആക്കി തന്നു. അതെല്ലാം ശരിയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അന്നേരം അങ്കിള് പറഞ്ഞില്ല മോളെ, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാസ്റ്ററുകളെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ സൺഡേ ഞാൻ അങ്കിളുടെ കൂടെ ഞാൻ അവിടെ ഒരു ചർച്ചിൽ പ്രേയറിന് പോയി. ആ ഒരു പ്രേയറിന് പോയതാണ് എനിക്ക് ഒത്തിരി ആശ്വാസമായത്. അവിടെ പ്രേയർ ഒക്കെ കഴിഞ്ഞ് അങ്കിള് എന്നോട് ഒത്തിരി നേരം സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, വൈകിട്ട് ഒരു കോളേജിൽ പ്രേയർ ഉണ്ട്, നമുക്ക് അതിനോട് പോയിട്ട് പോവാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പം ഒരു അഭയ എന്ന് പറഞ്ഞിട്ട് ഒരു കോളേജാണ്, അവിടെ എന്നെ കൊണ്ടുപോയി. അപ്പൊ പോകുന്ന വഴിക്ക് ഞാനും അങ്കിളും ആന്റിയും ഇങ്ങനെ ഒത്തിരി സംസാരിക്കാനുണ്ട്. അപ്പൊ കോളേജിന്റെ അവിടെ ഇറങ്ങിയപ്പോഴത്തേന് അങ്കിൾ എന്നോട് പറഞ്ഞു, ഇന്ന് മോള് വേണം മെസ്സേജ് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അങ്കിളെ, ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടില്ല, എനിക്ക് ശരിക്കും പേടിയായി, ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അങ്കിള് പറഞ്ഞു, അതൊന്നും അറിയണ്ട, ഞാൻ അവിടെ രമ്യയുടെ പേര് വിളിക്കുമ്പോ രമ്യ ഫ്രണ്ടിൽ വരണമെന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് പേടിയപ്പോ എനിക്ക് എന്താ പറയണ്ടേ ഒന്നും അറിയത്തില്ല. കാരണം എനിക്ക് ഇങ്ങനെ ഈ ബ്ലഡിന്റെ ഒരു വിഷയമൊക്കെ വായിക്കാത്തുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. കാരണം കുഞ്ഞിലൊക്കെ ആരുടെ മുന്നിൽ ഞാൻ ചിരിക്കത്ത് പോലില്ല. ആരോടെങ്കിലും ചിരിച്ചു കാണിച്ചാൽ അവര് പറയും, മോളെ, മോളുടെ വായിൽ ബ്ലഡ് ഇരിക്കുന്നെന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ആരോടും അങ്ങനെ സംസാരിക്കത്തില്ല, ആരുടെ മുന്നിൽ അങ്ങനെ ഒത്തിരി ചിരിക്കത്തൊന്നുമില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരാള്. അപ്പൊ പെട്ടെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞപ്പോഴത്തേന് എനിക്കത് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് എനിക്ക് അവിടെ നിന്ന് ദൈവത്തെ പറ്റി പറയാനായിട്ട് ഇടയായി. അങ്ങനെ ആ ഒരു സംഭവം കൊണ്ട് എനിക്ക് മരിക്കണം എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ നിന്ന് മാറി. തിരിച്ച് വീട്ടിലെത്തണമെന്നൊരു ഉള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ അവിടുന്ന് കയറി നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ബസ്സിലെല്ലാം ഫുള്ളി ഇരുന്ന് കരയുമായിരുന്നു. കാരണം ഞാൻ എങ്ങനെ വന്ന് അമ്മയുടെ മുഖത്തോട്ട് നോക്കും, എങ്ങനെ ആൾക്കാരുടെ മുഖത്തോട്ട് നോക്കും. കാരണം എല്ലാവരും പറഞ്ഞതാ പോണ്ടാന്ന്, അത് കേൾക്കാണ്ട് ഞാൻ വന്നതാ. അപ്പോഴും പക്ഷെ എനിക്ക് എന്റെ ഹെൽത്ത് വൈസ് എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ ഓക്കെ അല്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ലെന്ന് അന്നേരം എനിക്കൊരു തോന്നലില്ല. ഞാൻ ആഗ്രഹിച്ചത് ഞാൻ തെറ്റായി പോയെന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടില്ല. അത് ശരിയാണെന്ന് തന്നെയായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത്. പിന്നെ എന്റെ ആരോഗ്യം കൊണ്ട് എനിക്കത് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അനേകരുടെ ചോദ്യങ്ങളും ഓരോ ഓരോ കുത്തുവാക്കുകളൊക്കെ കേട്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാ ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സിന് ജോയിൻ ചെയ്തു. അതും ഒരു എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് വയ്യാണ്ട് വന്നിട്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൂടി ആയപ്പോഴത്തേക്കിന് എന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ഒരു അസുഖം ഉള്ളതുകൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീടിനുള്ളില് ഒരു 4 ചുമരിനുള്ളിൽ ഇരുന്ന് കരയാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ആരുടെ മുന്നിൽ പോലും എനിക്ക് പോയി നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ഓരോ ചോദ്യങ്ങളും കാര്യങ്ങളും ഒരു എൻകറേജ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. പിന്നെ ആകപ്പാട് എനിക്ക് ആ ഒരു ടൈമിൽ ആശ്വാസം എന്ന് പറഞ്ഞാൽ BBSന് പോകുന്നതും ചർച്ചിൽ നിന്ന് ക്യാമ്പിനൊക്കെ കൊണ്ടുവരണം, അതൊക്കെയാണ് എനിക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. സ്കൂളിലാണെങ്കിലും വലിയ ഫ്രണ്ട്സോ ടൂർ അങ്ങനൊന്നും ഇല്ല. അപ്പം എപ്പോഴും വീട്ടിലിരുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ കരയാൻ തുടങ്ങി. കാരണം എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റുന്നില്ല. എല്ലാവരും പറഞ്ഞു ഞാൻ നഴ്സിംഗിന് പോയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. അമ്മയുടെ കൂടെ നിന്ന് ജസ്റ്റ് 6 month ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാന് ഇങ്ങനെ വിഷമിച്ചിരുന്നു, ഇനി എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഒരു ഉറപ്പ് വന്നു. എങ്ങനെങ്കിലും എനിക്കൊന്ന് മരിച്ചാൽ മതി. കാരണം ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കിന് ആദ്യമൊക്കെ എനിക്ക് കുഞ്ഞിലൊക്കെ വയ്യാണ്ട് വരുന്ന സമയത്ത് എല്ലാവരും പറയും അമ്മയുടെ കയ്യിലെ മിസ്റ്റേക്ക് കൊണ്ട് എനിക്ക് ഇങ്ങനെ വയ്യാണ്ട് വന്നേന്ന് പറയും. പിന്നെ ഞാനൊരു മെച്ചൂർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് പറഞ്ഞു എന്റെ പാപം കൊണ്ട് എനിക്ക് ഇങ്ങനെ വയ്യാണ്ട് വരുന്നേന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കിന് ഞാൻ ഒത്തിരി മെന്റലി അങ്ങ് ഡൗൺ ആയിപ്പോയി. കാരണം ആരും മനസ്സിലാക്കാനില്ല. അമ്മയൊക്കെ ആണെങ്കിലും ആരും സപ്പോർട്ടിനില്ല. അമ്മയ്ക്കും എന്നെ ആശ്വസിപ്പിക്കുന്നതിന്, അമ്മ എന്നെക്കാളും വിഷമത്തിലിരിക്കുക, അപ്പൊ അമ്മയ്ക്കും എന്നെ ആശ്വസിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ മരിച്ചുപോയി ചിക്കു കുര്യാക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛന്റെ സോങ്സ് ഞാൻ കേൾക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ അച്ഛന്റെ ടെസ്റ്റ് മണി എപ്പോഴും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സോങ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. പക്ഷെ ഞാനത് അത്രയും സമയം കേൾക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ കേൾക്കാറില്ല, അങ്ങ് സ്ക്രോൾ ചെയ്ത് വിടും. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ അച്ഛന്റെ ആ മെസ്സേജ് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടയായി. അപ്പൊ അതിനകത്ത് അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട്. അച്ഛൻ ഇതേക്കൂട്ടി ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അങ്ങനെ സീരിയസ് ആയിട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവരും വന്ന് കുറ്റപ്പെടുത്തി അച്ഛനെ. അപ്പം ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കിന് ചിക്കു അച്ഛൻ ഒരു പാസ്റ്റ് ആണ്, നല്ലൊരു ഫാമിലി, നല്ലൊരു സിംഗർ ആണ്. അപ്പൊ അങ്ങനെ ഒരാളെ പറ്റി ആൾക്ക് ഒരു ദുഃഖം വന്നപ്പോ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു തയ്യൽക്കാരിയായ ഒരു സ്ത്രീയുടെ മോളെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതിൽ തെറ്റില്ലല്ലോ.
എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, വീണവനെ കണ്ട് അഭിപ്രായം യേശു ഒരിടത്തും അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് എന്തോ ഒരു ആശ്വാസം പോലെ തോന്നി. അപ്പൊ മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തിയാലും യേശുബിച്ചൻ എന്നെ കുറ്റപ്പെടുത്തത്തില്ല. മറ്റുള്ളവർ പല അഭിപ്രായങ്ങൾ പറയുമായിരിക്കും, പക്ഷെ യേശുബിച്ചൻ എന്നെ കറക്റ്റായിട്ട് അറിയാം. യേശുബിച്ചന്റെ മുമ്പില് യേശുബിച്ചൻ എന്നെ തെറ്റുകാരിയായിട്ട് കാണത്തില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. അപ്പൊ വീണവനെ കണ്ട് അഭിപ്രായം പറയുന്നവനല്ല യേശു എന്നുള്ള ആ ഒരു വാക്ക് എന്നെ ഒത്തിരി ടച്ച് ചെയ്തു. അത് വെച്ചിട്ട് പിന്നെ ഞാൻ ചിന്തിച്ചു, ആരും എന്നെ എന്തും പറഞ്ഞോട്ടെ, ഞാൻ തോറ്റ് ആ ഒരു രീതിയിൽ എന്നെ കണ്ടോട്ടെ, എന്നാലും സാരമില്ല. പക്ഷെ മാനസികമായിട്ടുള്ള നിലയിൽ നമുക്ക് പിന്നെ വിഷമങ്ങൾ വരും. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഈ ഒരു ബ്ലീഡിങ് കൂടി വന്നു കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അമ്മയുടെ കഷ്ടപ്പാട്, അമ്മയ്ക്ക് ജോലി കറക്റ്റായിട്ട്, അമ്മയ്ക്ക് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്, അതും അമ്മയ്ക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം എനിക്കിങ്ങനെ വയ്യാണ്ട് വരുമ്പം എന്റെ അടുത്ത് തന്നെ ഇരിക്കണം, വേറെ ആരും കൂടി ഇരിക്കാനോ ഒന്ന് നോക്കാനോ ആരുമില്ല. അപ്പം എല്ലാം കൂടി ആയപ്പോഴത്തേന് അമ്മ കടയിൽ പോകുന്നത് എല്ലാം അങ്ങ് സ്റ്റോപ്പ് ആക്കി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കൊറോണയൊക്കെ വന്ന ആ ഒരു ടൈമില് എനിക്ക് ഇതേ കൂട്ടി ഒരു ബ്ലീഡിങ് വന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു. അപ്പോഴത്തേക്കിന് അമ്മ പറഞ്ഞു, നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോവാം. അന്നേരം അമ്മയ്ക്ക് ശ്വാസം മുട്ടലിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ പോയാലും ഞാൻ പോയാലും നമുക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് കോവിഡ് വരും, വന്നു കഴിഞ്ഞാല് നമുക്ക് അത് ആപത്തിലോട്ടേ പോകത്തുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും പോകണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവം എന്തുവാന്ന്, ഇത്രയും നാള് ഞാൻ ഇത് സഹിച്ചു, എനിക്കിനി ഇത് സഹിക്കാൻ വയ്യ. ദൈവം എന്നെ ജീവിപ്പിക്കുവാണെങ്കിൽ ജീവിപ്പിക്കട്ടെ, അല്ല എന്നെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എടുക്കട്ടെ, ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. കാരണം എനിക്കിനി വയ്യ ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു ബ്ലീഡിംഗ് ആയിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ദൈവത്തോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്റെ ജീവൻ എടുക്കണം. എന്റെ ബർത്ത്ഡേയുടെ ആ ഒരു ദിവസം ഞാൻ ദൈവത്തോട് പറയുന്ന, രാവിലെ മുതൽ പറയും, ദൈവം എന്റെ ജീവൻ എടുക്കണം, എന്റെ ജീവൻ എടുക്കണം. എല്ലാ ന്യൂ ഇയറിന്റെ അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് അടുത്തൊരു വർഷം തരല്ലേ തരല്ലേ എന്ന്. കാരണം എനിക്ക് പേടിയാ. കാരണം ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് അമ്മയ്ക്കും ബുദ്ധിമുട്ട്, എല്ലാവരുടെയും ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് അത് ഭയങ്കര ഒരു വിഷമം പോലെ. ഞാൻ ഇത് മരിച്ചു കഴിഞ്ഞ പിന്നെ ഇതൊന്നും കേൾക്കണ്ടായല്ലോ. അങ്ങനെ പലപ്പോഴും ഞാൻ തന്നെ മരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിൽ നിന്ന് തന്നെ എല്ലാം വിടുവിച്ചുകൊണ്ട്. അപ്പം എല്ലാവരും ചോദിക്കും, നമ്മൾ വിശ്വാസത്തിൽ വന്നു കഴിയുമ്പം അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നത് തെറ്റല്ലെന്ന്. നമ്മൾ മാനസികമായിട്ടുള്ള നിലയില് ആ ഒരു ടൈമിൽ പലതും തീരുമാനിച്ചു, പക്ഷെ ദൈവം നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു നീക്കുപോക്ക് തരും. കാരണം ദൈവം നമ്മളെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം എന്നെ മാറ്റി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ദൈവം എന്തുവാന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇനി ഇല്ല, അമ്മയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോ, ഞാനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് നേരത്തെ കൂട്ട് എനിക്ക് ബ്ലീഡിങ് കൂടിയിട്ട് എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല. ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാനായിട്ട് തുടങ്ങി. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സ്റ്റേജ് വന്നു. അപ്പം ഞാൻ കിടക്കുന്ന ബെഡിന്റെ താഴെ വന്നിട്ട് അമ്മ വലിയവായിലിരുന്ന് കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം എനിക്ക് എന്തോ അതൊരു ഇറിറ്റേഷൻ പോലെ. കാരണം എനിക്ക് ബ്ലഡ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഈ ചെറിയൊരു ശബ്ദം പോലും കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കും. നല്ല സൗണ്ട് ആണെങ്കിൽ പോലും നമുക്കതൊരു ഇറിറ്റേഷൻ ആയിരിക്കും. കാരണം ആ സമയത്ത് നമുക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് നല്ല കൂടുതലായിരിക്കും. സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റത്തില്ല. അത് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. നോർമലി ഒരു ഗേൾസിന് ഒരു 7 days ഒക്കെ വരുമ്പോഴത്തേക്കിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ ഈ 6 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് നമുക്ക് അത് മെന്റലി നമ്മളൊരു ഡിപ്രസ്ഡ് ആയി പോവും ആ ഒരു ടൈമില്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ പ്രാർത്ഥിച്ചപ്പോ ഞാൻ പിന്നെ അമ്മ മാറിപ്പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അമ്മയും ഒരു സൈഡിൽ മാറിപ്പോയിരുന്ന് വലിയവായി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ തന്നെ എനിക്ക് ബ്ലീഡിങ് അവിടുന്ന് കുറയാൻ തുടങ്ങി. അത്രയും നേരം ഒരു 10 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഞാൻ പെട്ടെന്ന് എനിക്ക് എന്തോ ശരീരത്തിൽ ഒരു ബലം വന്നതിന്റെ കൂട്ട് എനിക്ക് തോന്നിച്ചു. എന്നിട്ട് ഒരു രാവിലെ ഒക്കെ ആയപ്പോഴത്തേക്കിന് ബ്ലീഡിങ് നല്ലതായിട്ട് നോർമൽ. അന്നേരം അമ്മ പറഞ്ഞു, നമുക്ക് ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാം, എത്ര ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് 5 point ഉള്ളൂ ബ്ലഡ്. അപ്പൊ ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞു, ട്രിവാൻഡ്രത്ത് തന്നെ നോക്കുന്ന ഡോക്ടറിന്റെ നമ്പർ തരാം, ആ ഡോക്ടറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ സിറ്റുവേഷൻ പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ വരെ പോകാൻ പറ്റത്തില്ല, അവിടെ കൊറോണ ഒക്കെ കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേന് ആ ഡോക്ടർ ട്രിവാൻഡ്രത്തെ ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തു. അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ട്രിവാൻഡ്രത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ മൂന്ന് മെഡിസിന്റെ പേര് ഞാൻ മെസ്സേജ് ഇടാം,
അത് മേടിച്ച് പ്രാർത്ഥിച്ച് കഴിക്കാൻ പറഞ്ഞു. ഡോക്ടർ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ടാണ് ഡോക്ടർ എന്നോട് അങ്ങനെ സംസാരിക്കുന്നത്. അന്നേരം ഡോക്ടറിനോട് പറഞ്ഞു, മോളുടെ അമ്മയുടെ സിറ്റുവേഷൻ മനസ്സിലായി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുവേ വേണ്ട, ഇവിടുത്തെ സ്ഥിതിയെല്ലാം മോശമാ, വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ഫാക്ടറേറ്റ് എടുക്കാതെ ഒരിക്കലും ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. എത്ര മരുന്ന് കഴിച്ചാലും ഒരു പ്രയോജനമില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഈ മരുന്ന് കഴിച്ചപ്പോഴത്തേക്കിന് എനിക്ക് അന്നേരം ബ്ലീഡിങ് അവിടെ നിന്ന് സ്റ്റോപ്പ് ആവാനായിട്ട് അതെനിക്കൊരു ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത്രയും നാള് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി 10-20 ദിവസം കിടന്ന് പിന്നെ വീട്ടിൽ വരുമ്പോ അതിന്റെ ക്ഷീണവും കാര്യങ്ങളായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ആയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഒക്കെ തോന്നി. അങ്ങനെ ഞാൻ പിന്നീട് ഇങ്ങോട്ട് എനിക്ക് ആ ഒരു പ്രോബ്ലമേ വന്നിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാനോ ആ ഒരു ബ്ലീഡിങ്ങിന്റെ ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല. ബ്ലഡ് ഒക്കെ കുറയും, HB കുറയും, ക്ഷീണമൊക്കെ കാണും. എങ്കിലും ആ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി കിടക്കേണ്ട ആ ഒരു സ്റ്റേജ് ദൈവം എനിക്ക് മാറ്റി. ഈ 6 months എന്നുള്ളത് ദൈവം എനിക്കത് കുറച്ച് തന്നു. അന്നേരം എപ്പോഴും ഒരു ആന്റി എന്നെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അമ്മയുടെ ഒരു ഫ്രണ്ട് ഒരു ആന്റി വിളിച്ച് സംസാരിക്കുമ്പോ എന്നോട് ചോദിക്കും, മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ദൈവം എന്തോ ഒരു വിടുതൽ തരാത്തേന്ന് എപ്പോഴും എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ അതിൻ്റെ കൂടെ ഒരു തമാശ രീതിയിൽ ഇങ്ങനെ പറയും, ബൈബിളിലെ രക്തസ്രാവക്കാരെ സ്ത്രീക്ക് ദൈവം 12 സൽവത്സരമായപ്പോഴല്ലേ വിടുതൽ കൊടുത്തേ, അപ്പൊ എനിക്കും 12 സൽവത്സരം ആകുമ്പോഴത്തേക്കിനെ ദൈവം വിടുതൽ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു, മോള് പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞു, ആന്റി ഞാൻ ജസ്റ്റ് ഒരു തമാശ പോലെ പറഞ്ഞതാ, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കിനെ കറക്റ്റ് എനിക്ക് 12 വർഷമായി ബ്ലീഡിങ് വന്നിട്ട്. ആ ഒരു സമയത്ത് ദൈവം എനിക്ക് വിടുതൽ തന്നു. ഞാൻ വെറുതെ ഒരു തമാശ രീതിയിൽ പറഞ്ഞാണെങ്കിൽ പോലും ദൈവം അതിലൂടെ എനിക്കൊരു വിടുതൽ തരാൻ വേണ്ടിയിട്ടിടെ. അതിൽ പിന്നെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെയും എനിക്കൊരു ആഗ്രഹം, നഴ്സിംഗ് പഠിക്കാൻ പോകണം. അന്ന് ഞങ്ങളുടെ ചർച്ചിൽ വന്ന ഒരു പാസ്റ്ററുകൾ അപ്പം എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു, മോള് എന്താ പഠിക്കാൻ പോന്ന, എന്താ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നൊന്നും പഠിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെ ഞാൻ ഇതേകൂട്ടി നഴ്സിംഗിന് പോയി സ്റ്റോപ്പ് ചെയ്ത്, എനിക്ക് വേറൊന്നും ഇഷ്ടമല്ല. അപ്പോഴും ഞാൻ ആ വീട്ടിൽ അത്രയും നാളും ഇരിക്കുമ്പോ ഞാന് ബാംഗ്ലൂർ 1 വർഷം അവിടെ നിന്ന സമയത്ത് ചെയ്ത റെക്കോർഡ് ബുക്കും നോട്ട്ബുക്കും എല്ലാം എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ അത് ഇടയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ നോക്കിയിട്ട് അതേ നോക്കി ഇങ്ങനെ കരയും, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പം ആ ഒരു ആഗ്രഹം അന്നേരം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം എനിക്ക് വയ്യ, ഇനി ആദ്യം മുതൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫീസും കാര്യങ്ങളാവും, അതിനൊരിക്കലും എന്റെ അമ്മയ്ക്ക് പറ്റത്തില്ല എന്ന് എനിക്ക് അറിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അങ്കിള് വന്ന് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ പാസ്റ്ററുകൾ പറഞ്ഞു, മോക്ക് ദൈവം വിടുതൽ തന്നെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് പഠിക്കാൻ പോ, അത് ദൈവം സഹായിച്ചു തരും. ചിലപ്പോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നാലും ദൈവം അത് മോക്ക് നടത്തി തരും. മോള് വിശ്വാസത്തോടെ എല്ലാം ചെയ്യാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് എല്ലാം റെഡി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജസ് ഒക്കെ ഇങ്ങനെ നാട്ടിൽ നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം നാട്ടിൽ നോക്കുമ്പോഴത്തേക്കിന് കുറെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പൊ കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കിന് ഞങ്ങള് വിശ്വകർമ്മയായിരുന്നു നേരത്തെ, ഹിന്ദു രീതിയിൽ. അപ്പോ അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അപ്പം എന്റെ അപ്പന്റെ കുടുംബത്തിൽ പോയപ്പോഴത്തേക്കിന് അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വകർമ്മ ശാഖയിൽ ആദ്യം മുതൽ ചേരണം, ചേർന്ന് കഴിഞ്ഞേക്ക് മാത്രമേ അതിന്റെ സർട്ടിഫിക്കറ്റ് തരത്തുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, ഇത്രയും നാളും ദൈവമല്ലേ നമ്മളെ നടത്തിയത്, മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും ഇനി പുറകിലോട്ട് വെക്കണ്ട, അങ്ങനെ ആ രീതിയിലാണ് എനിക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ അവരോട് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു, എന്നെ ഒരു കാര്യം ചെയ്ത് ബാംഗ്ലൂർ തന്നെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ബാംഗ്ലൂർ ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ ഇപ്പൊ ഞാൻ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം വലിയൊരു വിടുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നു. ഇപ്പം 3rd ഇയറിലെ 5th സെമ്മിന്റെ എക്സാം എനിക്ക് ജൂണിൽ നടക്കുവാണ്. അപ്പൊ ഈ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്രയും നാളും വീട്ടിലിരിക്കുന്ന സമയത്ത് ഒക്കെ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. പക്ഷെ ഈ നഴ്സിംഗിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് പിന്നെയും ശരീരത്തിൽ ഓരോ ബുദ്ധിമുട്ട് പോലെ, ആദ്യമൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു സ്റ്റൊമക് പെയിൻ പോലെ ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ക്ലാസ്സിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും വിഷമിച്ചു, ദൈവമേ എന്താ എനിക്ക് ഇങ്ങനെ പിന്നെയും വരുന്നത്. അത്രയും നാള് എനിക്ക് ഒരു 5-6 വർഷം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു വീട്ടിലിരുന്നപ്പോ. ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര പെയിൻ. അപ്പം ഞാൻ ഒരു ബ്രേക്ക് പീരീഡ് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ വരാന്തയിൽ കൂടി ഞാൻ ഇങ്ങനെ നടന്ന് വയറ്റിൽ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്റെ യേശുപ്പ
അവിടുന്ന് എനിക്ക് ആരോടും വിളിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ആരോട് പറഞ്ഞാലും ചോദിക്കും വയ്യാത്ത എന്തിനാ പഠിക്കാൻ പോയെന്നേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആരെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പറയത്തില്ല. അമ്മയോടും എനിക്ക് പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് പെട്ടെന്ന് ടെൻഷനാവും. യേശു ഞാൻ ഈ നഴ്സിംഗ് പഠിക്കുന്ന എന്റെ യേശുവിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പെയിന് മാറ്റി തരണം. ഞാൻ ആരോടും വിളിച്ചു പറഞ്ഞ് ആരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കത്തില്ല. എന്നിട്ട് ഞാൻ തന്നെ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ പിള്ളേരെ അവർക്കും പേടിയായി. എനിക്കിങ്ങനെ വേന വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേന് എനിക്ക് ആ വേന മാറി. പിന്നീട് എനിക്ക് ആ ഒരു പെയിൻ വന്നിട്ടേ ഇല്ല. പിന്നെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഒക്കെ ആയ സമയത്തേക്കിന് ഞാൻ കാരണം ഇത്രയും നാളും വീട്ടിലിരുന്ന് സ്റ്റഡിയുമായിട്ടുള്ള എല്ലാം ഇതും എനിക്ക് പോയി. എങ്ങനെ പഠിക്കണമെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്കൂൾ ടൈംസിലാണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് എനിക്ക് കോളേജിൽ സ്കൂളിൽ പോകാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നേഴ്സിംഗ്. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി ജ്ഞാനവും ഒക്കെ തന്നെ. എനിക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്നോ എനിക്കൊന്നും അറിയത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതാൻ പോകേണ്ടത്. അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഒക്കെ ആയപ്പോഴത്തേക്കിന് ഫീസിന്റെ ഒക്കെ ഓരോ പ്രോബ്ലംസും കാര്യങ്ങളും അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ വന്നു. ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ഈ വട്ടത്തെ പരീക്ഷ എനിക്ക് എഴുതിയ സപ്ലി കിട്ടുമോ എന്നൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ കോളേജിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒത്തിരി ഇന്ന് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ അവരെനിക്ക് ഹോൾ ടിക്കറ്റ് തരത്തില്ല, ഫീസ് കംപ്ലീറ്റ് ചെയ്താലേ ഹോൾ ടിക്കറ്റ് തരത്തുള്ളൂ എന്നൊക്കെ ഒരു വിഷയം വന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ വയറുവേദന എല്ലാം മാറി ഹെൽത്തിന്റെ പ്രോബ്ലംസ് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്തൊരു വിഷയം ഇങ്ങനെ വന്നു. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചൊരു വൈകുന്നേരം 5:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും ഇവര് എനിക്ക് ഹോൾ ടിക്കറ്റ് തരുന്നില്ല. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനിയും എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അവരോട് നേരിട്ട് പോയി സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അവരോട് എങ്ങനെ സംസാരിക്കണമെന്നൊന്നും അറിയത്തില്ല. കാരണം കർണാടക ആൾക്കാരാണ് അവര്. കാണുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് അവരോട് സംസാരിക്കാനൊക്കെ ഒരു പേടി തോന്നിക്കും. പക്ഷെ ഞാൻ പോയിട്ട് പറഞ്ഞു സാറേ എനിക്ക് എക്സാം എഴുതണം, ഞാന് ഫീസ് ഞാൻ അടച്ചോളാം, എനിക്ക് എക്സാം എഴുതിയേ പറ്റത്തുള്ളൂ. അന്നേരം അവർ ആദ്യമൊക്കെ പറഞ്ഞ് സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹോൾ ടിക്കറ്റ് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ദൈവം അവരുടെ ഉത്തത്തോട് ഇടപെടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. രാജാവിന്റെ ഉള്ള യഹോവയുടെ കയ്യിൽ നിർത്തോട് കണക്കെ ഇരിക്കുന്ന ആ ഒരു വാക്യമൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞപ്പോ അവരെന്നോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴും ഹോൾ ടിക്കറ്റ് തരാവുന്ന എക്സാം എഴുതാൻ പറ്റുമെന്ന് അവരെന്നോട് പറയുന്നില്ല. അന്നേരം എനിക്ക് ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ പഠിക്കുന്നെങ്കിലും എനിക്ക് എന്റെ രജിസ്ട്രേഷൻ വന്നേക്കുന്ന കോളേജ് ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ അവിടെ ഒരു ബിസിനസ് രീതിയൊക്കെ ആയതുകൊണ്ട് അവർ ബൾക്കായിട്ട് പിള്ളേരെ എടുത്തിട്ട് ഇത്ര സ്റ്റുഡൻസിന് ഓരോ കോളേജിലോട്ട് കൊടുക്കും. അപ്പൊ എക്സാമിന്റെ സമയം ആയപ്പോഴത്തേക്കിനാ ഈ ഒരു വിഷയം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ അത് നല്ല വിഷയമാണ്. അപ്പൊ ബെല്ലാരി വരെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നല്. അപ്പം എക്സാമിന് പഠിക്കുന്ന എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. കാരണം ഈ എല്ലാ ഒരു ടെൻഷനും ഹോൾ ടിക്കറ്റും കൈ കിട്ടിയിട്ടില്ല. ആ കോളേജിൽ തന്നെ അല്ലെങ്കിൽ ബാംഗ്ലൂർ അടുത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ട്രാവൽ ചെയ്ത് നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ ആരുടെയും ഒന്ന് കൊണ്ടുതരാൻ പറയും. പക്ഷെ ഈ ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെ കൊണ്ടുവരും? ആ സ്ഥലം ആദ്യമൊന്നും എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു. കേൾക്കുന്നത് ആ ഒരു സമയത്ത് എക്സാമിന് ആ ഒരു ഡേറ്റ് വന്ന ആ ഒരു സമയത്ത് എന്നെ കോളേജിലാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ബെല്ലാരി പോയി. അവിടെ എക്സാം ഹാളിൽ കയറുന്നതിന് കുറച്ച് മുന്നേ ആണ് എനിക്ക് ഹോൾ ടിക്കറ്റ് എന്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ തലേദിവസം രാത്രിയിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ എക്സാമിന് ഞാൻ തോറ്റു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു വിഷമായി. ഞാൻ അത്രയ്ക്കും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നിട്ടും എനിക്ക് തോക്കുവാണെങ്കിൽ ആ ഒരു അവസാന സമയത്ത് ഒത്തിരി ടെൻഷനൊക്കെ അടിച്ച് അത് കാരണം എനിക്ക് ഇനി എഴുതാൻ പറ്റുമോ, ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആവോ എന്നൊരു ടെൻഷനൊക്കെയാണ്. അന്നേരം ദൈവം എനിക്ക് യെരമ്യാവ് 33:11 ആ ഒരു വാക്യം, കരയാതെ നിന്റെ ശബ്ദവും കണ്ണുനീർ വാർക്കാതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും, നിന്റെ ഭാവിക്ക് പ്രത്യാശയുണ്ടാ എന്നൊരു വാക്യം എനിക്ക് തന്നു. ആ ഒരു വാക്യം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴാണെങ്കിലും എപ്പോ എക്സാമിന് പോയാലും ഞാൻ ആ ഒരു വാക്യം വെച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എക്സാമിന് ഹോളിൽ കയറി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴത്തേക്കിന് ഞാൻ പഠിച്ചേക്കുന്നതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ കാർഡിയാക് സൈക്കിൾ ഫുള്ള് ഞാൻ പഠിച്ചു. കാർഡിയാക് ഔട്ട്പുട്ട് ഞാൻ വിചാരിച്ച് ചോദിക്കത്തില്ല. അപ്പം നേരത്തെ എക്സാം എഴുതിയവരും പറഞ്ഞു അതിനേക്കാളും ഇമ്പോർട്ടന്റ് കാർഡിയാക് സൈക്കിളാന്ന് പറഞ്ഞു. അപ്പൊ അത് കുത്തിയിരുന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ചോദിച്ചേക്കുന്നത് വേറെ രീതിയിലാണ്. പിന്നെ ബോണും സ്കള്ളും അത് ഇതുവരെ ലോങ്ങസ്റ്റ് ചോദിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ചോദിച്ചേക്കുന്ന ബോണസ് സ്കള്ളും അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവമേ എനിക്ക് ഒത്തിരി ഒന്നും അറിയത്തൊന്നുമില്ല, ദൈവം എന്റെ കൈക്ക് പിടിച്ച് എഴുതിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം എന്റെ പേരിന്റെ ആദ്യം ആറല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ബാക്കിലോ മിഡിലോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ടെൻഷൻ അടിച്ചാണെങ്കിൽ ഇച്ചിരി കരഞ്ഞാണെങ്കിൽ ഒന്ന് സമാധാനത്തോടെ എഴുതാം, ഒരു മൂലയ്ക്ക് എങ്ങാനും കിട്ടിയാൽ മതി എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇരിക്കുകയാണ്. പക്ഷെ
ഞാൻ എന്റെ രജിസ്റ്റർ നമ്പർ നോക്കി ഞാൻ വന്നിരുന്നപ്പോഴത്തേക്കിന് ക്യാമറയുടെ ഫ്രണ്ടില് ഏറ്റവും സ്ക്വാഡിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് ഞാൻ ഇരിപ്പുണ്ട്. എനിക്കൊന്നും അനങ്ങാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കിന് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു. പക്ഷെ ദൈവം എന്നെ സഹായിച്ചു. എക്സാം ഒക്കെ എഴുതി തിരിച്ചു റിസൾട്ട് വന്ന സമയത്ത് ഞാൻ നല്ല ടെൻഷനായിരുന്നു. അന്ന് ആ കോളേജിൽ ആദ്യം എന്റെ റിസൾട്ട് കിട്ടും. നമ്മൾ സൈറ്റിൽ നോക്കും, ആർക്കും കിട്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് എന്റെ റിസൾട്ട് വന്നു. അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഫ്രഷ് ആയി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കിന് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് എന്റെ റിസൾട്ട് അയച്ചു തന്നു. അപ്പോഴത്തേക്കിന് എനിക്ക് ഇത് ഓപ്പൺ ആക്കാൻ ഒരു പേടി. ഞാൻ വിചാരിച്ചു എന്തുവായാലും പ്രാർത്ഥിക്കാൻ ഇരുന്നതല്ലേ, പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇത് നോക്കാന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകാനിടയായി. അപ്പൊ അത് എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രതീക്ഷയില്ലായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം അത് ശരിയാണെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് അത് നടത്തി തരും. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തിനോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദൈവം അത് നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വായിച്ച വാക്യത്തിലും നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. അപ്പൊ ഞാൻ ആ വാക്യം വായിച്ച് സ്തോത്രം പറയാനായിട്ടിടെ. അന്നേരം എന്റെ റൂമിലുള്ള പിള്ളേരൊക്കെ പറയും, രമ്യ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ല, അതുകൊണ്ടാ പാസ്സായെന്നൊക്കെ അവർ പറയുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല് ഇതുവരെ എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു പേപ്പർ പോലും നഷ്ടമാകാതെ ദൈവം എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചു. ഒരു പക്ഷെ ഇങ്ങനെ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനും അമ്മയും ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് നാളെ എന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പം മരിച്ചു, ബ്രദറായിട്ട് ആരും സഹോദരങ്ങൾ അങ്ങനെ ആരും ഇല്ല, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. പിന്നെ ആകെ ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സഭയാണ്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന മാന്ത്രിക IPC ചർച്ചാണ്. അപ്പം ചർച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു ആശ്വാസം എന്ന് പറയാൻ. അല്ലാതെ റിലേറ്റീവ്സ് ആയിട്ടൊന്നും ആരും ഇല്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിലോട്ട് വന്നപ്പോഴത്തേക്കിന് എല്ലാവർക്കും ഞങ്ങളോട് എതിരായി. ഇപ്പൊ എന്റെ അപ്പായുടെ ഒരു സിസ്റ്റർ അമ്മയോട് പറഞ്ഞു, നീ ബെന്തിക്കോസ് കളിക്കാൻ പോയി, ബെന്തിക്കോസ് കളി കഴിഞ്ഞ് തിരിച്ചു വാ, അപ്പം ഞങ്ങൾ നിന്നെ സഹായിക്കാന്ന്. പക്ഷെ ദൈവത്തിന്റെ കൃപയാല് ഇന്ന് വരെ ദൈവം അതിന് ഞങ്ങളെ ഇടയാക്കിയിട്ടില്ല. കാരണം ദൈവം അത്രയ്ക്ക് അതിശയകരമായിട്ട് ദൈവം ഓരോ ദിവസവും ഞങ്ങളെ വഴി നടത്തി. ആരുടെ മുന്നിൽ ദൈവം ലജ്ജിപ്പിക്കാതെ ഇത്രത്തോളം ഞങ്ങളെ ദൈവം കൊണ്ടുവന്നു. ഭവനം നഷ്ടപ്പെട്ടു ദൈവം, പക്ഷെ ഞങ്ങൾക്ക് ഭവനം തന്നു. എന്റെ ജീവിതത്തിലാണെങ്കിലും എനിക്ക് ഒരിക്കലും ഇനി പഠിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ദൈവം നഴ്സിംഗ് എനിക്ക് തേർഡ് ഇയർ വരെ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. അതിനിടയ്ക്ക് എനിക്ക് ബ്രേക്ക് വന്ന ആ ഒരു സമയത്ത് എനിക്ക് തിമോത്തി ഇൻസ്റ്റിറ്റ്യൂട്ടില് ഡയറക്ടറായിട്ട് പോവാനും ചൈൽഡ് ഇവാഞ്ചലിസം ഗ്രാജുവേഷൻ ലഭിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് നഴ്സിംഗിന്റെ എല്ലാം ശരിയായി വന്നതും. അങ്ങനെ ദൈവം ഇത്രത്തോളം ഞങ്ങളെ നടത്തി. ഇതുവരെ ദൈവം ഞങ്ങളെ എത്തിച്ചു. എന്റെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിലെല്ലാം ലഭിച്ചു കഴിഞ്ഞു. യേശു നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒരിക്കലും സീറോ ആവത്തില്ല. ദൈവം നമ്മളെ അതിന് ഇടയാക്കത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു കറക്റ്റ് വഴിയിലായിരിക്കണമെന്നേ ഉള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന അപ്രകാരമായിരിക്കണമെന്നേ ഉള്ളൂ. പലപ്പോഴും പ്രാർത്ഥനയിലൊക്കെ ജീവിതത്തിൽ കുറവുകൾ വന്നിട്ടുണ്ട്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ദൈവം ക്ഷമിച്ചു. ദൈവത്തിന്റെ ദയ, കരുണ, സ്നേഹം എന്നെ എന്റെ അമ്മയെ ഇത്രത്തോളം ഇവിടം വരെ കൊണ്ടെത്തിച്ചു. ഇതാണ് എന്റെ സാക്ഷ്യം. അപ്പോ ദൈവം ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നു. അപ്പം ഇത് കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിലും ബുദ്ധിമുട്ട്, വിഷമങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, ഒരിക്കലും നമ്മൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞ് വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ദുഃഖങ്ങളൊന്നും മാറിപ്പോകത്തില്ല. ചിലപ്പം ക്രിസ്ത്യേശിലുള്ളവർക്ക് ഈ വക കഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നാണ്. പക്ഷെ അതില് നിൽക്കാൻ, ആ ഒരു കഷ്ടതയില് ഓവർകം ചെയ്യാനുള്ള കൃപ ദൈവം തരും. ഞാൻ പിന്നീട് എനിക്ക് അസുഖം മാറാണ്ടൊക്കെ വന്ന സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് ആദ്യമൊക്കെ പ്രാർത്ഥിക്കാൻ ഈ അസുഖം മാറണം. പക്ഷെ പിന്നീട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്ത് എന്റെ ജീവിതത്തിൽ വന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അതെനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ കുഞ്ഞിലെ VBS പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ 5ാം ക്ലാസ്സിൽ വെച്ചാണ് VBS പോകുന്നത്. അപ്പോ അവിടെ വെച്ച് എനിക്കൊരു അന്ന് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ച് VBS ഇടയ്ക്ക് അവർ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഗ്രൂപ്പ് ക്ലാസ്സിൽ. അപ്പൊ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊരു സ്റ്റിക്കർ പോലെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പോലെ തരും. അപ്പൊ അന്ന് എനിക്ക് ഒരു വാക്യം കിട്ടിയായിരുന്നു, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് എനിക്ക് അതിന്റെ മീനിങ് അറിയാഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അതിന്റെ റെഫറൻസ് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി, എന്റെ കൃപ നിനക്ക് മതി. അന്ന് എനിക്ക് കൃപയുടെ അർത്ഥം ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി.
ദൈവം നമ്മളെ എത്രത്തോളം നടത്തുന്നു. ആ ഒരു കൃപ ഒന്ന് മാത്രമാണ് ഇന്ന് വരെ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഭൂമിയിൽ ഒന്നും ആവാൻ പറ്റത്തില്ല. അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവരും ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ എന്ത് വന്നോട്ടെ, നമുക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പക്ഷെ നമ്മുടെ ജീവിതം നഷ്ടമാക്കാന്, അത് ഇല്ലാണ്ടാക്കാൻ ഒരു സെക്കൻഡ് മതി. ഒരു പാസ്റ്റങ്ങൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ പറഞ്ഞു, നമ്മൾ മരിക്കാൻ തീരുമാനിക്കുമ്പോ ആ മരിക്കുന്ന ആ ഒരു ആ സ്പോട്ടിന്റെ അപ്പുറത്ത് നമ്മുടെ അനുഗ്രഹം നിൽപ്പുണ്ട്. നമ്മൾ അവിടെ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇടയാവത്തില്ല. നമ്മൾ ആ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട് വേണം തയ്യാറാവാൻ വേണ്ടിയിട്ട്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നഷ്ടമാവും. കുറച്ചു നാൾ നമ്മളെ ഓർത്ത് എല്ലാവരും വിഷമിക്കും. അത് കഴിയുമ്പോ അവരും നമ്മളെ മറക്കും. നമ്മുടെ ജീവിതം നമുക്ക് മാത്രമേ നഷ്ടമാവത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള ഒരു തീരുമാനം ഒന്നും ആരും എടുക്കരുത്. ദൈവം നമ്മളെ നടത്തും. നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തനായിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്ററുകൾ ഒരു വട്ടം കൂടി എന്നെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു. ആമേൻ. വളരെ അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിലൂടെ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും പ്രിയ രമ്യാദേവിക്ക് പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ ദൈവത്തെ ആരും പറഞ്ഞു കേട്ട് ഉള്ളൊരു കേട്ടുകേഴ്വിയല്ല, വളരെ വ്യക്തമായ തിരിച്ചറിവോടെ ബോധ്യത്തോടെ ജീവിതത്തിൽ കൈക്കൊള്ളുവാൻ, വിശ്വസിക്കുവാൻ, ആ ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കി. പല വിധത്തിലുള്ള രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ കടന്നു വന്നു. ദൈവം അതിൽ നിന്നൊക്കെയും അത്ഭുതകരമായ വിടുതലും തുടർ പഠനവും ദൈവം ഒരുക്കി. ഇന്ന് കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രിയ പൈതലിനെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തുടർ പഠനവും നല്ല നിലയിൽ പൂർത്തീകരിച്ച് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ പ്രിയ പൈതലിനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, അരോമാറ്റിയുടെ പ്രേക്ഷകർ, പ്രിയ പൈതലിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. തീർച്ചയായിട്ടും ഒരനുഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടി ഇരിക്കട്ടെ. ദൈവം നാം മഹിമപ്പെടട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ രമ്യ അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം യേശോപ്പ, സ്തോത്രം കർത്താവേ, ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പൊന്നേശോപ്പ ദൈവമേ, സ്തോത്രം. ഇങ്ങനെ ഒരു നല്ലൊരു അവസരം എനിക്ക് ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. എന്റെ സാക്ഷ്യം പറയുവാൻ അവിടുന്ന് ഇടയാക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു യേശോപ്പ ദൈവമേ. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശോപ്പ ദൈവമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവമേ, കടഭാരത്താൽ ഭാരപ്പെടുന്നവരെ ദൈവമേ, സ്തോത്രം കർത്താവെ, സാമ്പത്തികമായിട്ട് ദൈവമേ, ആത്മീകപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശോപ്പ ദൈവമേ. അവരുടെയൊക്കെയും ജീവിതത്തിൽ എൻ്റെ യേശുക്രിസ്തുവിനെ അവിടുന്ന് വലിയ ചെയ്യണമേ. അവിടുന്ന് അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, ആത്മീകമായി അവിടുന്ന് ഓരോ കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുപ്പാദയമേ. അനേകർ ദൈവത്തെ അറിവാൻ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുപ്പാദയമേ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു എന്ന് പറയുന്ന പോലെ ദൈവമേ, സ്തോത്രം കർത്താവെ, ഇത് അനേകർക്ക് ഒരു ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. സ്തോത്രം കർത്താവെ, അനേകർ ദൈവത്തെ അറിവാനും ഒരു മുഖാന്തരമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. പ്രത്യേക ദൈവമേ, അരോമ ചാനലിനായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ. സ്തോത്രം കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. സ്തോത്രം കർത്താവെ ദൈവമേ, അനേകർക്ക് ദൈവമേ, സ്തോത്രം കർത്താവെ, വിടുതലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. അനേകർക്ക് ഈ ചാനൽ ഒരു ബ്ലെസ്സിങ്സ് ആയി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. സ്തോത്രം കർത്താവേ ദൈവമേ, അനേകരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം കൊണ്ടുവരുവാൻ ദൈവമേ ഈ ചാനലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാസ്റ്ററുകളെ അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് യേശോപ്പാ ദൈവമേ. സ്തോത്രം കർത്താവേ, എന്റെ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത. ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് സഹായിച്ച എല്ലാ കൃപയ്ക്കും നന്ദി പറയുന്നുണ്ട് യേശോപ്പാ. തുടർന്ന് അവിടുന്ന് ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത. പ്രാർത്ഥന എല്ലാം കേട്ട് യേശുക്രിസ്തു തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ മോൾ രമ്യ ദേവി. ഇത്രത്തോളം സമയം പ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ
അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവനാമ മഹത്വത്തിൻ്റെ അരോമാറ്റി ഇവിടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനുണ്ട് ഏറെ പ്രയോജനപ്പെടുവാൻ വീണ്ടും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മാന്യ പ്രേക്ഷകർക്കുള്ളതായ നന്ദി സ്നേഹത്തിനത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം ഒരനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീർക്കുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥന ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com